പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുന്നതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ അനിത രാജേന്ദ്രനാണ്. പ്രിയ കർത്താവിൻ്റെ ദാസി തൻ്റെ ജീവിതാനുഭവങ്ങൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യുക. അതിലൂടെ ദൈവനാമം മഹിമപ്പെട്ട് നമ്മളൊരു പ്രാർത്ഥനയുണ്ടായിരിക്കുമ്പോൾ പ്രിയ സിസ്റ്റർ അനിത രാജേന്ദ്രനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടിയും അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. ക്രിസ്ത്യൻ അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ടെന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? തീർച്ചയായും പാസ്റ്ററെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല സമയത്ത് അരോമ ടി വിയിൽ എനിക്കൊരു സാക്ഷ്യം പറയുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന അവസരത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഒപ്പം തന്നെ ഇതിന്റെ അരോമ ടി വിയുടെ പാസ്റ്റർ ഡാനിയൽ ജോൺ പാസ്റ്ററിനോടുള്ള നന്ദിയും കടപ്പാടും ദൈവത്തിന് സ്തോത്രം. എന്നെ ഇതിനേക്ക് വിളിച്ച ഷലോം മിസിനോടുള്ള നന്ദിയും അറിയിക്കുന്നു. എല്ലാ മാന്യ പ്രേക്ഷകർക്ക് ക്രിസ്തുവേശിലുള്ള സ്നേഹവന്ദനം. ഞാൻ കേരളത്തിൽ കൊല്ലം ജില്ലയിലെ പുനലൂർ സ്ഥലത്ത് അഞ്ചലിനടുത്താണ് താമസം. എനിക്ക് ഹസ്ബൻഡ് 2 ആൺകുഞ്ഞുങ്ങളാണുള്ളത്. ഞങ്ങൾ 4 പേരും ഇപ്പൊ അഞ്ചലാണ് താമസിക്കുന്നത്. ഓക്കെ, സിസ്റ്ററിനെ പരിചയപ്പെടുത്തി വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി തുടർമാനമായി സംസാരിക്കുന്നതിനായി സമയം വേർതിരിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ അഞ്ചലാണ് താമസിക്കുന്നത്. എനിക്ക് 2 കുഞ്ഞുങ്ങള്, ഹസ്ബൻഡ്. എന്റെ ബാല്യം എന്ന് പറയുന്നത് പുനലൂരായിരുന്നു. പുനലൂര് അച്ഛനും അമ്മയും 4 പെൺകുട്ടികളും ഒരാണുമായിട്ട് 5 മക്കളായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. എന്റെ അച്ഛനും അമ്മയും ഞങ്ങളുടെ കുടുംബം അന്ന് ഞങ്ങൾ ഹിന്ദു ഒരു യാഥാസ്ഥിക കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഹിന്ദു പാരമ്പര്യം അനുസരിച്ച് അറിയാമല്ലോ, അമ്പലങ്ങളുടെയും ആരാധനയുടെയും ഒക്കെ നടുവില് കുഞ്ഞുനാൾ മുതല് നിർമ്മാല്യമൊക്കെ തൊഴുതിപ്പിച്ച് ഞങ്ങളെ അങ്ങനെ ഞങ്ങളുടെ അച്ഛനും അമ്മയും ഞങ്ങളെ സ്നേഹത്തോടെ വളർത്തിക്കൊണ്ട് വന്നു. സന്തോഷകരമായിരുന്നു എന്റെ ബാല്യ ജീവിതം ഒക്കെയും. പക്ഷെ അന്നൊക്കെ എനിക്ക് ബാലാരിഷ്ടത മാത്രം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. കുഞ്ഞുനാൾ മുതലേ എനിക്ക് വളരെയധികം ബാലാരിഷ്ടത ശോധനയിലൂടെയാണ് ഞാൻ വളർന്നു വന്നത്. കാരണം 1.5 വയസ്സായപ്പോൾ തന്നെ എന്റെ അമ്മയുടെ കയ്യിൽ നിന്നും ഉരുകിയ നെയ്യ് എന്റെ ഇടത് സൈഡിലൂടെ വീഴുവാനിടയായി. പിന്നീട് ഞാൻ അങ്ങോട്ട് പോയി ഒരു 6ാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോൾ വലിയ സ്റ്റെപ്പിൽ നിന്ന് ഒരു 10-200 അടി മുകളിൽ നിന്ന് ഞാൻ ഉരുണ്ടുരുണ്ട് താഴെ വീഴുന്നു. അങ്ങനെയൊക്കെയും ഞാൻ ഒരുപാട് അരിഷ്ടതകൾ കഴിഞ്ഞു. 8ാം ക്ലാസ്സിലായപ്പോൾ ഞാൻ വലിയൊരു അപകടത്തില് സൈക്കിൾ ഇടിച്ച് എന്റെ ചെള്ളയും മൂക്കും എല്ലാം പോയി. അങ്ങനെയൊക്കെ എന്റെ ഒരു അരിഷ്ടതയിലൂടെയായിരുന്നു ഞാൻ എന്റെ ബാല്യം എനിക്ക് ഓർമ്മയുണ്ടായിരുന്നത്. സ്തോത്രം. അത് അന്നൊക്കെ ഞാൻ ചോദിക്കുക, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ? എന്റെ ചേച്ചിമാരെല്ലാം സന്തോഷത്തോടെ ആകുമ്പോഴും എനിക്ക് എന്റെ അരിഷ്ടത അത് വെച്ചാൽ ഈ അപകടങ്ങളും പിന്നെ ഒപ്പം തന്നെ എനിക്ക് കാല് കഴപ്പ്, മുട്ടുവേദന ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇളയ കുഞ്ഞായതുകൊണ്ട് എന്നെ ഒരുപാട് സ്നേഹിച്ച് എന്റെ ചേച്ചിമാരും എന്റെ അച്ഛനും അമ്മയും ഒക്കെ വളർത്തി. അങ്ങനെ ഞാൻ ഈ ഹിന്ദു പശ്ചാത്തലത്തിന്റെ സ്നേഹത്തോടെ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എനിക്ക് എന്റെ വിദ്യാഭ്യാസം, ഞാൻ ഡിഗ്രി കഴിഞ്ഞു, പുനലൂർ SN കോളേജിൽ പഠിച്ചു. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴേ എന്റെ വിവാഹപ്രായം എത്തി. അങ്ങനെ എനിക്ക് ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ഒരു പുരുഷനെ എനിക്ക് ഭർത്താവായി ദൈവം തന്നു. വളരെ സ്നേഹത്തോടെ ആയിരുന്നു ഞങ്ങളുടെ ജീവിതം. അത് വെണ്ടാർ എന്ന സ്ഥലത്താണ്, പുത്തൂർ വെണ്ടാർ എന്ന സ്ഥലത്താണ് എന്നെ വിവാഹം കഴിച്ചു കൊണ്ടുപോയത്. അവിടെയും ഞാൻ എന്റെ കുഞ്ഞുനാൾ മുതൽ നിർമ്മാല്യം തൊഴുത് ശീലിച്ചു വന്ന എനിക്ക് ഈ വെണ്ടാർ എന്ന സ്ഥലത്ത് ചെന്നപ്പോഴേക്കും ഭയങ്കരമായ അത്ഭുതമാണ് ഉണ്ടായത്. കാരണം എന്റെ വീടിന്റെ നടുവിൽ മൊത്തം ക്ഷേത്രങ്ങളായിരുന്നു. അന്ന് ഞാൻ ശിവഭക്തി ആയിരുന്ന ഞാൻ ഈ വെളുപ്പിനെ 4 മണിക്ക് ഞാൻ ഈ അമ്പലത്തിൽ നിർമ്മാല്യം തൊഴാൻ പോവുകയും അതൊരു എന്നും അങ്ങനെ എന്നെ നയിച്ചു കൊണ്ടുപോകുന്ന ഒരു മേഖലയായിരുന്നു. 4 മണിയാകുമ്പോൾ ഉണരുക, ഞാൻ ക്ഷേത്രത്തിൽ പോകുക, തിരിച്ച് 5:30 വീട്ടിൽ വരിക. എന്നിട്ട് ഞാൻ ചോറ് വെച്ച്, എന്റെ ഹസ്ബൻഡ് പാലോട് സ്കൂളിലാണ് അധ്യാപകനായി സേവനം ചെയ്യുന്നത്. ഇങ്ങനെ വന്ന് ചോറ് വെച്ചിട്ടാണ് ഞാൻ ഈ ചോറ് കെട്ടി എന്റെ ഹസ്ബൻഡിനെ സ്കൂളിലേക്ക് വിടുന്നത്. സ്തോത്രം. ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുമ്പോഴും ശിവഭക്തിയും എന്റെ കുഞ്ഞുങ്ങളെ അതേപോലെ തന്നെ ഞാൻ ഭക്തിയോടെ വളർത്തി. ഇതാണ് ദൈവം എന്നൊക്കെ ഞാൻ കുഞ്ഞുങ്ങളെ പറഞ്ഞു കൊടുക്കുമ്പോഴും എന്റെ കുഞ്ഞുനാൾ മുതലേ ഞാൻ ഒരു കാര്യം ചെയ്യുമായിരുന്നു പാസ്റ്ററെ, ഞാൻ ദൈവത്തെ അന്വേഷിച്ചു കൊണ്ടിരുന്നു.
സ്തോത്രം. ഞാൻ എന്റെ അമ്മയോട് കുഞ്ഞുനാൾ മുതൽ ചോദിക്കുമായിരുന്നു, അമ്മേ ശിവനാണോ ദൈവം, ശിവനാണോ ദൈവം? അപ്പൊ അമ്മ പറയും, ആന്ന് മോളെ, അങ്ങനെയാണെങ്കിൽ ശിവനൊരു അച്ഛനില്ലേ, ആ അച്ഛനെ എന്താ നമ്മള് പൂജിക്കാത്തത്, ഈ അച്ഛൻ എവിടെയായിരിക്കുന്നത്? അത് സ്വയംഭൂവായിരുന്നു ദൈവം. അങ്ങനെയാണെങ്കിൽ ശിവൻ എവിടെയായിരിക്കുന്നത്? ശിവനാണോ ദൈവം? നമ്മളെ സ്വർഗത്ത് കൊണ്ടുപോകുന്നത് ഈ ദൈവമാണോ? എന്റെ ബാല്യം മുതൽ ഞാൻ എന്റെ ഈ വിവാഹപ്രായം എത്തി ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴും പാസ്റ്ററെ ഞാൻ അന്വേഷിക്കുമായിരുന്നു, ഇവർ ദൈവമാണോ? എന്നിട്ട് ഞാൻ പിന്നീട് എന്ത് ചെയ്യും? ഞാൻ ചിന്തിക്കുമായിരുന്നു, ശിവൻ ദൈവമാണെങ്കിൽ ശിവൻ കൈലാസത്തിലല്ലേ? ഞാൻ കേൾക്കുന്നത് കൈലാസം നേപ്പാളിലാണെന്നാണല്ലോ. നേപ്പാള് ഭൂമിയിലല്ലേ? അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ ഈ നേപ്പാളിലും കൈലാസത്തിലും ഒക്കെ എത്തുമ്പോൾ അവിടെ എങ്ങനെയാ സ്വർഗം ഉണ്ടാകുന്നത്? മനുഷ്യൻ അവിടെ എത്തത്തില്ലയോ എന്നിങ്ങനെ ഞാൻ ചിന്തിച്ച് ദൈവമേ ദൈവമേ എന്ന് വിളിക്കും. ഞാൻ ക്ഷേത്രത്തിൽ പോകുമ്പോഴൊക്കെയും എന്റെ നാവിലെല്ലാം വരുന്നത് ദൈവമേ ദൈവമേ എന്നായിരുന്നു. പക്ഷെ അന്ന് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എന്റെ വീടിന്റെ തിണ്ണയില് ഇറങ്ങി നിൽക്കുമ്പം എനിക്ക് പാസ്റ്ററെ ആകാശം മുഴുവൻ എനിക്ക് കാണാം. അന്ന് നമുക്ക് ഇപ്പോഴും ഈ ആകാശത്തിന്റെ ആ മാധുരി ഇപ്പൊ കാണുന്നില്ല. അന്ന് നമുക്ക് ഇറക്കുമ്പോ ഒരു കുങ്കുമ കളറായിരുന്നു ആകാശത്തിൽ, എപ്പോഴും നമുക്കത് കാണാം. ആ കളറിൽ ഞാൻ നോക്കിയിട്ട് പറയും, ദൈവമേ അങ്ങ് സ്വർഗത്തിൽ എവിടെയാണ് ഇരിക്കുന്നത്? ഞാൻ കരയുമായിരുന്നു. എനിക്കറിയത്തില്ല പാസ്റ്ററെ, ഞാൻ ഒരുപാട് കരയുമായിരുന്നു. ദൈവമേ അങ്ങ് സ്വർഗത്തിൽ എവിടെയാണ് ഇരിക്കുന്നത്? സ്വർഗത്തിൽ എവിടെയാണെങ്കിൽ ഈ ആകാശത്തിന് മുകളിൽ ഒരു സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലത്താണോ എന്റെ ദൈവം ഇരിക്കുന്നതെന്ന് ഞാൻ ഇങ്ങനെ ആ തിണ്ണയിലിരുന്ന് ഞാൻ കരയുമായിരുന്നു. സ്തോത്രം. പിന്നീട് വിവാഹം കഴിച്ചുകൊണ്ട് പോയി ഞാൻ ഈ ക്ഷേത്രത്തിൽ പോകുമ്പോഴും ഇത് തന്നെയായിരുന്നു എന്റെ ചിന്ത. ദൈവമാണ്, ഇത് കൈലാസമാണല്ലോ, ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴും 2006 അടുപ്പിച്ച് പാസ്റ്ററെ എനിക്ക് ഈ ദൈവത്തിനെ ഞാൻ ഇത്ര ഭക്തിയോട് സ്നേഹിക്കുമ്പോഴും അവരെ വിശ്വസിക്കുമ്പോഴും ഒക്കെയും എനിക്ക് എന്റെ ഇടത് സൈഡിന് ഭയങ്കരമായ വേദനയാണുള്ളത്. എന്റെ കുഞ്ഞുനാളിൽ ഞാൻ ഇത്രയും അരിഷ്ടതകൾ ഒക്കെയും കണ്ട അതിൽ നിന്നെല്ലാം എനിക്ക് വിവാഹം കഴിഞ്ഞിട്ടും മറ്റൊരു വേദന എനിക്കുണ്ടായി. സ്തോത്രം. 2006 മുതൽ എനിക്ക് ഈ വേദന അനുഭവപ്പെട്ടു തുടങ്ങി. എന്റെ ഇടത് സൈഡിൽ ശക്തമായ വേദനയാണ്, ഷോൾഡർ മുതൽ താഴോട്ട് പാദം വരെ. ഈ വേദന വരുമ്പോൾ അത് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വർഷങ്ങൾ ഞാൻ ഈ ട്രീറ്റ്മെന്റുമായിട്ട് പിന്നെ മുന്നോട്ട് പോയി. ഡോക്ടർമാരെയും ഹോസ്പിറ്റലിലും ഒക്കെ കാണിക്കാനായിട്ട് പോയി. അവിടെ എങ്ങും ഡോക്ടർ പറയുന്നത് എനിക്ക് യാതൊരു വിധമായ അസുഖങ്ങളുമില്ലെന്നാണ്. അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കി, MRI സ്കാൻ ചെയ്ത് നോക്കി, അസ്ഥിരോഗ ഡോക്ടറെയൊക്കെയും നോക്കി, പിന്നെ ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചു. ഇതെന്താണെന്ന് അറിയാനായിട്ടൊക്കെയും പോകുമ്പോഴും എനിക്ക് ഡോക്ടർ ഒരു രോഗവും കാണുന്നില്ല. പിന്നീട് ഞാൻ ഈ ദൂരെ കൂടുതൽ കാരണം ഹസ്ബൻഡിന്റെ പിന്നെ സ്കൂള് പാലോടായതുകൊണ്ട് ഞങ്ങൾ കുഞ്ഞുങ്ങൾ ഒത്ത് ഞങ്ങൾ പാലോട് ഒരു വീട് ഞങ്ങൾ വാടകയ്ക്കെടുത്തു. അവിടെ താമസിച്ച് സ്കൂളിൽ പോവുകയും ജോലിക്ക് പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടും എനിക്ക് ഈ വേദനയ്ക്ക് ഒട്ടും കുറവുണ്ടായില്ല. പക്ഷെ അവിടെയും നമുക്ക് ഈ ക്ഷേത്രങ്ങൾ ഇല്ല. എങ്കിലും ഞാൻ ഈ ക്ഷേത്രങ്ങളെ കണ്ടുകൊണ്ട് ഞാൻ എന്റെ വീടിനകത്ത് നിന്ന് ഇവരോട് പ്രാർത്ഥിക്കുകയും ഓരോ വ്രതങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. എന്നിട്ടും എനിക്ക് എന്ത് ചെയ്തില്ല, നാളുകൾ കഴിയുന്തോറും ഞാൻ അങ്ങ് ക്ഷീണിതയായി വരികയും എന്റെ ട്രീറ്റ്മെന്റിനോടൊപ്പം തന്നെ എനിക്ക് ബാധ്യതകൾ ഒരുപാട് ഉണ്ടാവുകയും ചെയ്തു. ഹസ്ബൻഡിന് ഉണ്ടാകുന്ന ആ പൈസകളൊന്നും എനിക്ക് തികയാതെ വന്നു. സ്തോത്രം. അങ്ങനെ എന്നെ ട്രീറ്റ്മെന്റ് ചെയ്ത് കടം ഒരു ഭാഗത്ത് ആയി നിൽക്കുമ്പോൾ തന്നെ 2013 കൂടി നമ്മൾ ഈ താമസിക്കുന്നിടത്ത് ഒരു സ്ഥലവും കൂടെ മേടിക്കാൻ ഇടയായി. അങ്ങനെ അടുത്ത് താമസിക്കുന്ന ഒരു കുടുംബം വന്ന് പറഞ്ഞ്, ഞങ്ങളുടെ വസ്തു വിൽക്കുന്നുണ്ട്, സാറൊന്ന് വേടിയില്, നിങ്ങൾ ഇവിടെ എത്രയോ വർഷം കൊണ്ട് താമസിക്കുന്നു, അപ്പൊ സ്വന്തമായി ഒരു സ്ഥലം മേടിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ 10 സെന്റ് സ്ഥലം അന്ന് നമ്മളെ കൊണ്ട് അദ്ദേഹം ഉള്ള പൈസയൊക്കെ കുറച്ച് കൊടുത്ത് നമ്മളത് വാങ്ങിയൊക്കെ ചെയ്തു. അപ്പൊ അതും ഒരു ബാധ്യതയായിട്ട് നിൽക്കുമ്പോഴാണ് ഈ എന്റെ അസുഖങ്ങൾ കൂടിക്കൂടി വരികയാണ്. ഈ കൂടിക്കൂടി വന്നെന്ന് പറഞ്ഞാല് എനിക്ക് ഈ വേദന ഇങ്ങനെ പോവുകയും തുടരെ പോവുകയും ഞാൻ ഒരു സൈഡിൽ ഈ ഏന്താൻ തുടങ്ങി. അതായത് കൈ എളിയിൽ വെച്ചുകൊണ്ട് തന്നെ ചരിഞ്ഞ് നടക്കാൻ തുടങ്ങി. ഇങ്ങനെ ചരിഞ്ഞ് നടക്കുമ്പോഴും എന്റെ കണ്ണിനകത്ത് ഹൈ വോൾട്ടേജ് പ്രഷർ വന്നടിച്ച് കണ്ണിന്റെ കാഴ്ചയും മങ്ങി. കണ്ണ് തുറക്കാൻ പറ്റത്തില്ല പാസ്റ്റേ. കണ്ണ് തുറക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാല് പോരാ, കണ്ണ് നമ്മള് ഈ കൺപോള ഇങ്ങനെ വിടർത്തി കുറേ നേരം നിന്ന് 10 മിനിറ്റ് കഴിയുമ്പോഴാണ് കണ്ണ് എനിക്ക് ഓപ്പൺ ആക്കാൻ നിൽക്കുന്നത്. പകല് കിടന്ന കണ്ണടച്ചു പോയാൽ പിന്നെ പേടിയാ, കണ്ണ് തുറക്കത്തില്ല. ഈ കണ്ണിനെ അടച്ചു കളഞ്ഞു.
എന്റെ ശരീരത്തിനെ രോഗം കൊണ്ടുവന്ന് നശിപ്പിച്ചു കളഞ്ഞു. ഇങ്ങനെ പല 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 വ്യാധികളാൽ ഞാൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ സാമ്പത്തികമായ വഴിയും അടഞ്ഞു തുടങ്ങി. എന്റെ ട്രീറ്റ്മെന്റ് ചെയ്ത ആ ഒരു ഭാഗം ഞങ്ങൾക്ക് നഷ്ടമായി. ഈ വസ്തു വാങ്ങിച്ചതിന്റെ പുറത്ത് എല്ലാം നഷ്ടമായി. അങ്ങനെ പോയി ഈ എല്ലാ വഴികളും 2012 ഞങ്ങളുടെ അടഞ്ഞു. ഒപ്പം തന്നെ എന്റെ വീട്ടിലെ സഹോദരങ്ങളൊക്കെ കല്യാണത്തിനൊക്കെ വരുമ്പോൾ അവര് വന്ന് പറയുകയൊക്കെ ചെയ്യുമ്പം നമുക്കുള്ള എന്റെ ഈ വിഷയം എന്റെ സഹോദരങ്ങൾക്കാവട്ടെ അല്ലെങ്കിൽ എന്റെ മറ്റുള്ളവർക്കൊന്നും വളരെയധികം അറിയത്തില്ല. എനിക്ക് അസുഖം ഉണ്ടെന്ന് അറിയാം, ബാധ്യത ഉണ്ടെന്ന് അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർക്ക് നമ്മൾ വിവാഹമൊക്കെ വരുമ്പം നമ്മൾ വേറെ പൈസ പലിശയ്ക്ക് മേടിച്ചൊക്കെ കല്യാണത്തിന് കൊണ്ടുപോകുന്ന അവസ്ഥയെ എത്തി. ഇങ്ങനെ കടങ്ങൾ കൂടിക്കൂടി വരികയും 2012 തീരെ നിൽക്കാൻ വയ്യാത്ത അവസ്ഥയായി. ഇനി 2017 വരെ 5 വർഷം നരക തുല്യമായ ജീവിതമായിരുന്നു. എനിക്ക് കണ്ണ് കാണത്തില്ല, നടക്കാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അന്ന് എനിക്ക് അവിടെ ഒരു കൂട്ടുകാരിയെ ദൈവം ഒരുക്കി തന്നു പാസ്റ്ററെ, ബീന. വടത്തറയിലുള്ള ബീനയെ എനിക്ക് കൂട്ടുകാരിയാക്കി. അവളെ ദൈവമാണ് കൂട്ടിയിരിക്കിയത്. അവള് പറയാ, അനു നിനക്ക് ഇത്രയും ഇങ്ങനെ എന്താണ് അസുഖം, ഇങ്ങനെ വരുന്നത് എന്താണ് ഇത്, നീ ഒരു കാര്യം ചെയ്യും, ഹോസ്പിറ്റലിലൊക്കെയും കൊണ്ടുപോയിട്ടും നിനക്ക് ഒരു കുറവും ഇല്ലാത്ത എന്താ. അപ്പൊ ഇവക്ക് എന്നെ രക്ഷപ്പെടുത്തണം, എങ്ങനെയെങ്കിലും എന്നെ രക്ഷപ്പെടുത്തണം എന്നുള്ളതാണ്. ഞങ്ങൾ രണ്ടും നല്ല ബ്യൂട്ടി പാർലറിലൊക്കെ അതിന്റെ ഇടയ്ക്ക് പോയി പഠിച്ചു. ഞങ്ങള് ബ്യൂട്ടീഷ്യൻ കോഴ്സ് കഴിഞ്ഞിട്ട് രണ്ടുപേരും 2 സ്ഥലത്ത് കട ഓപ്പൺ ആക്കാനൊക്കെ ഇരിക്കുകയായിരുന്നു. പിന്നെ 2 വീലർ പഠിക്കാൻ പോയതെല്ലാം ഈ ഇവളുമായിട്ടുള്ള ആ ഒരു ബന്ധം കൂടുതൽ അടുപ്പിച്ചു ഞങ്ങളെ തമ്മിൽ. അപ്പൊ ഈ നല്ല കൂട്ടുകാരി, ആ കുടുംബമായിട്ട് ഞങ്ങൾക്ക് നല്ല ബന്ധം ഉണ്ടായതുകൊണ്ട് ആ കുടുംബത്തിനും എന്നെ രക്ഷപ്പെടുത്തണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അവസാനമായി ഞങ്ങൾ എന്ത് ചെയ്ത്, തിരുവനന്തപുരത്ത് SP ഫോർട്ട് ഹോസ്പിറ്റലിലും കൊണ്ട് കാണിച്ചപ്പോൾ അവിടെ ഇരുന്ന ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഇത്രത്തോളം നിങ്ങൾ പോയിട്ടും നിങ്ങൾക്ക് ഒരു രോഗം ഈ കുട്ടിയിൽ കാണുന്നില്ല, മരുന്നും മന്ത്രവും എന്നല്ലേ പറയുന്നത്, നിങ്ങൾ ഇനി അങ്ങനെയും കൂടെ നോക്കാനെന്ന് പറഞ്ഞു. അപ്പൊ ഈ കുട്ടി ബീന എന്നാണ് അവളുടെ പേര്. അവൾ എന്നോട് പറഞ്ഞ്, എടീ അനു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഓരോ പൂജാരിയെ പോയി കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ബീനായെയും കൂട്ടി തിരുവനന്തപുരം മുഴുവനും ഞങ്ങൾ എന്ത് ചെയ്തു, ഓരോ പൂജാരിമാരുടെ ക്ഷേത്രങ്ങളിൽ പോയിട്ട് ഇതുപോലെ പൂജാരിമാര് പറയും, അവരൊരു ചാർട്ട് തരും. ഈ ചാർട്ട് ഞങ്ങൾ എന്ത് ചെയ്ത് കൊണ്ടുവന്ന് ഇന്ന ക്ഷേത്രത്തിലേക്ക് ഇന്ന വഴിപാട് ചെയ്യണം, ഇന്ന ക്ഷേത്രത്തിലേക്ക് ഇന്ന വഴിപാട് ചെയ്യണമെന്ന് പറഞ്ഞ് ഈ പൂജാരി തരുന്നതനുസരിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ട് എനിക്കൊരു കുഴപ്പവും കണ്ടില്ല. ഞാൻ കൂടുതൽ അനുഭവത്തിലേക്ക്, എന്റെ കഷ്ടതയിലേക്ക് ഞാൻ നീങ്ങി വരികയാണ്. അങ്ങനെ ഇരിക്കുമ്പം തിരുവനന്തപുരം ഫുള്ള് തീർന്നു. പിന്നെ കൊല്ലത്തുള്ള ക്ഷേത്രങ്ങളും പോയി, അവിടെയും എനിക്ക് ഫലം കണ്ടില്ല. അവസാനമായിട്ട് പറഞ്ഞു, വീട്ടില് ഏട്ടൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാടെ, പിന്നെ നമുക്ക് കൊല്ലൂർ മൂകാംബികയിൽ ഒന്ന് പോയി തൊഴുവാം, നമ്മുടെ മുജ്ജന്മഭാവം കൊണ്ടാ ഇങ്ങനെ വന്നിരിക്കുന്നെങ്കിൽ അത് മാറിപ്പോകട്ടെ എന്ന് പറഞ്ഞ് ഞാനും എന്റെ ചേച്ചിയും ചേച്ചിയുടെ മക്കളും എന്റെ കുഞ്ഞുങ്ങളും കുടുംബമായിട്ട് ഞങ്ങള് 6 പേര് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ പോയി തൊഴുത്. സ്തോത്രം. അവിടെയും പോയി തൊഴുത് കുടജാദ്രിയിലൊക്കെ പോയി പാപങ്ങളൊക്കെ തീർക്കാനായിട്ട് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് അത് കുറച്ചുകൂടെ പാപത്തിലേക്ക് മാറിപ്പോയി. എനിക്ക് അവസ്ഥയ്ക്ക് യാതൊരു വിധമായ ഫലവും കണ്ടില്ല. അപ്പോഴെന്റെ അടുത്ത് ബീന വീണ്ടും പറഞ്ഞ്, ഒരു കാര്യം ചെയ്യാം മോളെ, നീ ഒരു സ്വാമിയുണ്ട് എന്റെ വീടിന്റെ മുകളില്, ഈ സ്വാമിയുടെ അടുത്തൊന്ന് നമുക്കൊന്ന് പോകാം, നീ എന്തായാലും ഈ സ്വാമിയുടെ അടുത്തൊന്ന് വാന്ന് പറഞ്ഞു. അപ്പം ഈ സ്വാമിയുടെ അടുത്ത് വരുന്നെന്ന് പറഞ്ഞതിന് മുന്നമേ ഇവൾ എന്നെ ഒരു ഉസ്താദിന്റെ അടുത്ത് കൊണ്ടുപോയായിരുന്നു. ഉസ്താദിന്റെ അടുത്ത് കൊണ്ടുപോയപ്പോഴ് ഉസ്താദ് എന്ത് ചെയ്യുമെന്നറിയാമോ, ഒരു തേങ്ങ തരും. ഈ തേങ്ങ കൊണ്ടുവന്ന് വെള്ളം ഓതി ഒഴിച്ചിട്ട് എല്ലാ വ്യാഴാഴ്ചയും ഈ ഉസ്താദിന്റെ അടുത്ത് തേങ്ങ കൊണ്ടുപോകണം. ഉസ്താദ് പൂജകളൊക്കെ ചെയ്ത് ഈ തേങ്ങയൊക്കെ കൊണ്ടുതരും. ഈ തേങ്ങ ഒരാഴ്ച വീട്ടിൽ വെച്ചിട്ട് അടുത്ത വ്യാഴാഴ്ച ആകുമ്പോൾ ഈ തേങ്ങ പൊട്ടിച്ച് അതിനെ കരിച്ച് അതിന്റെ ചാരം കൊണ്ടുവന്ന് തോട്ടിലൊഴുക്കി കളയണം. ഇങ്ങനെ 21 ദിവസം ഈ പൂജ ഉസ്താദിന്റെ അടുത്ത് പോയി ഈ തേങ്ങയും കൊണ്ട് പോയി. ഈ തേങ്ങയും കൊണ്ട് പോകുന്നതിന്റെ എനിക്ക് ഫലം കാണാഞ്ഞിട്ട് അവസാനം ഞാനും എന്റെ ഹസ്ബൻഡും, കുഞ്ഞുങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിച്ച്, എന്തിനാ ഇങ്ങനെ നമ്മൾ ജീവിക്കുന്ന, കടങ്ങൾ ഒരു ഭാഗത്ത്,
പിന്നെ എനിക്ക് രോഗം, ഇന്ന് ഇത്രയും കാര്യമായിട്ട് എന്തിനിത് ചെയ്യുന്നു, നമുക്കിനി ജീവിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരൂടെ മരിക്കാനായിട്ട് ഒരുങ്ങി. എന്റെ കുഞ്ഞുങ്ങൾ 2 ആൺകുഞ്ഞുങ്ങളാണല്ലോ, അവരെ എന്റെ ചേച്ചി വളർത്തിക്കോളും, അവള് നോക്കിക്കോളും, പ്രായമാകുമ്പോ അവരുടെ വഴി തേടി നോക്കിക്കോളും എന്ന് കരുതി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ മരിക്കാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്ന സമയമാണ്. പക്ഷേ മരിക്കാനായിട്ടെന്ന് പറഞ്ഞപ്പോ പാസ്റ്ററെ എങ്ങനെ മരിക്കണമെന്ന് നമുക്കറിയത്തില്ല. ഈ വിവാഹം കഴിച്ചുകൊണ്ട് പോയ വീട്ടിലാണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അവിടെ അച്ഛനും അമ്മയും 2 സഹോദരങ്ങളാണുള്ളത്. അതിലെ മൂത്ത മോനാണിത്. അവിടെയും ബുദ്ധിമുട്ട് ഒന്നുമില്ല. അവരുടെ വിചാരവും നമ്മൾ നന്നായി ജീവിക്കുന്നു. എന്റെ വീട്ടിലെ ചേച്ചിമാരെല്ലാം നല്ല സന്തോഷത്തിലും അനുഗ്രഹത്തിലും അവരും ജീവിച്ചു പോകുന്നു. എനിക്ക് മാത്രമേ ഇങ്ങനെ. അപ്പൊ അവരുടെയൊക്കെ മുന്നില് നമ്മൾ എങ്ങനെ മരിച്ചു എന്നറിയുമ്പോൾ അവരെന്ത് വിചാരിക്കും? ഇത്രയും നല്ല സ്നേഹസ്വരൂപനായ ഒരു ഭർത്താവ്. അപ്പൊ എന്നെ വിവാഹം കഴിച്ചത് കൊണ്ടാണല്ലോ ദൈവമേ ഈ മനുഷ്യൻ ഇങ്ങനെ വന്നതെന്ന് ഒരു ഭാഗത്ത് എനിക്ക് ആ ഒരു വിഷമവും. എന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കുവാൻ പോലും എനിക്ക് മനസ്സ് വരുന്നില്ലായിരുന്നു. പക്ഷെ അത്രത്തോളം ഞാൻ വിഷമിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ നല്ല 2 ആൺകുഞ്ഞുങ്ങള്. ദൈവമേ എന്തിനാണ് നിന്നെ ഞാൻ ബാല്യം മുതലേ വിളിച്ചിട്ടും നീ എനിക്ക് ഇങ്ങനെ തന്നതെന്ന് ഞാൻ ഒരുപാട് ഒരുപാട് ഇവരോട് ചോദിക്കുമായിരുന്നു. അപ്പോഴും ഞാൻ മരിക്കുന്ന സമയം മുന്നോട്ട് നിൽക്കുമ്പോഴും എങ്ങനെ മരിക്കണമെന്ന് അറിയത്തില്ല. അപ്പോഴ് ഞാൻ അന്നേരം ഓർക്കും ഇത് എങ്ങനെയാണ് മരിക്കുന്നതെന്ന് അടുത്ത് വരുമ്പോ ഞാൻ ഏട്ടനോട് ഞാൻ പറഞ്ഞ് ഒരു കാര്യം ചെയ്യാം, നമുക്ക് സൈനൈഡ് പഴത്തിൽ വെച്ച് കഴിക്കാം, അതാവുമ്പോ നമ്മളങ്ങ് വിഴുങ്ങിയാൽ മതി, നമ്മൾ പിന്നെ അറിയുന്നില്ല, അപ്പം അത് എളുപ്പമുണ്ടല്ലോ നമുക്കെന്ന് പറഞ്ഞ്. അല്ലാതെ വിഷമൊന്നും കുടിച്ച് നമുക്ക് മരിക്കണ്ട ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ഈ സമയത്ത് ഈ സൈനൈഡ് എങ്ങനെ കിട്ടും, എവിടെ നിന്നാണ് ഇത് കിട്ടുന്നത് എന്നുള്ള ചിന്തയായി പോയി ഇങ്ങനെ. അപ്പം നമുക്ക് സൈനൈഡ് വാങ്ങണമെന്നുണ്ടെങ്കിൽ അത് പിന്നെ എങ്ങനെയാണ്? എന്റെ ഒരു ബന്ധുവുണ്ട്, അദ്ദേഹം സ്വർണ്ണ പണി ചെയ്യുന്ന ഒരു വല്യപ്പനുണ്ട്. അപ്പൊ അവിടെ ചെന്ന് എങ്ങനെയെങ്കിലും നമുക്ക് ഇച്ചിരി സൈനൈഡ് നോക്കാം എന്ന് കരുതി ഞാനിങ്ങനെ നിൽക്കുമ്പോഴാണ്, അതും ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ബീന എന്റെ വീടിന്റെ മുകളിൽ ഒരു സ്വാമി ഉണ്ടെന്ന് പറയുന്നത്. സ്തോത്രം. അപ്പൊ ഈ സ്വാമി ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഇനി ഞാനൊരു സ്വാമിയുടെ അടുത്ത് വരുന്നില്ല മോളെ, പിന്നെ നീ പോയി നോക്കിക്കോ, നിന്റെ അടുത്ത് സ്വാമി ഉണ്ടായിരുന്നെങ്കിൽ നീ എന്തിനാ എന്നെ ഈ ലോകം മുഴുവനും കൊണ്ട് ചുറ്റിച്ചത്? ആദ്യമേ നിനക്ക് ഈ സ്വാമിയുടെ അടുത്ത് അങ്ങ് പോയാൽ പോരായിരുന്നോ? ഇനി ഞാൻ നിന്റെ സ്വാമിയുടെ അടുത്ത് വരുന്നില്ല. അല്ലടി, നീ ഇപ്പൊ ഇവിടെ ഒന്ന് വന്ന് നോക്ക്, നീ ഇത് സ്വാമി പച്ചിലയും കത്രികയും പോലെ ഫലം പറയും. അപ്പോഴും നമ്മൾ ഈ തീരുമാനം എടുത്തു വെച്ചിരിക്കുന്നത് കൊണ്ട് ഞാന് അതുള്ള ഈ പറച്ചിലിന് വില കൽപ്പിച്ചില്ല. ഉസ്താദിന്റെ അടുത്ത് പോയി എനിക്ക് ഫലം കണ്ടില്ല. ബാല്യം മുതൽ എന്റെ ക്ഷേത്രങ്ങളിൽ പോയി അവരെന്നെ എനിക്ക് ഒന്നും തന്നില്ല. എനിക്കൊരു വിടുതലായിട്ട് എന്നും ആവട്ടെ എന്റെ കുടുംബത്തിനകത്ത് കിട്ടിയില്ല. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം ഞങ്ങൾക്ക് യോജിപ്പുണ്ടായിരുന്നു, ഞങ്ങൾ 4 പേരും നല്ല സ്നേഹത്തിലായിരുന്നു. സ്തോത്രം. ആ സ്നേഹത്തിൽ ശത്രുവിന് തൊടുവാൻ കഴിഞ്ഞില്ല, ഞങ്ങളുടെ ഐക്യതയെ മുറിക്കുവാൻ കഴിഞ്ഞില്ല. എനിക്ക് രോഗം കൊണ്ടുവന്ന് എന്നെ ബാല്യം മുതല് എന്നെ ഇങ്ങനെ നശിപ്പിക്കാനായിട്ട് ഒരുങ്ങിയെങ്കിലും ഞങ്ങളുടെ സ്നേഹത്തിലോ ഐക്യതയിലോ ഒന്നും ഒരു ചലനം സൃഷ്ടിപ്പാൻ കഴിയാതെ ഇരിക്കുന്ന അവസ്ഥയില് ഈ ബീന എന്നെ വീണ്ടും നിർബന്ധിക്കുകയാണ്, നീ സ്വാമിയുടെ അടുത്തോട്ടൊന്ന് വാ, സ്വാമിയുടെ അടുത്തോട്ടൊന്ന് വാന്ന്. അങ്ങനെ ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴ് പിന്നെ ഞാൻ ഏട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, ബീന ഇതുപോലെ എന്നെ നിർബന്ധിക്കുന്നു, അവളുടെ വീടിന്റെ മുകളിൽ ഒരു സ്വാമിയുണ്ട്, അവിടേക്കൊന്ന് പോകാനായിട്ട് എന്നെ നിർബന്ധിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പം പറഞ്ഞു, എന്തിനാ ഇനി പോകുന്നേ, നമ്മളിപ്പോ ഒരു കാര്യം തീരുമാനിച്ചിട്ടില്ലേ? അല്ല, എന്നെ തുടരെ ഇവളെ വിളിക്കുന്നു, അവക്കുള്ള നിർബന്ധത്താൽ ഞാൻ ഇന്ന് വൈകുന്നേരം 6 മണിയാകുമ്പോൾ ഞാൻ ബീനയുടെ വീടിന്റെ അടുത്ത് പോകാം, ഏട്ടൻ അവിടെ ജോലി കഴിഞ്ഞിട്ട് ബീനയുടെ വീടിന്റെ അടുത്ത് വരണം, തൊട്ട് മുകളിലാണ് ഈ സ്വാമിയുടെ ക്ഷേത്രം എന്ന് നമുക്ക് അവിടേക്ക് പോകാന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ബീനയുടെ വീട്ടിലേക്ക് പോയി. അവിടെ നിന്നു. 6 മണിയായപ്പം സ്കൂളിൽ നിന്ന് ഹസ്ബൻഡ് വന്നു. ഞങ്ങൾ ഒരുമിച്ച് ഈ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ഞങ്ങൾ മൃതപ്രായരായി രൂപം കെട്ട കോലത്തില് രണ്ടുപേരും ആ ഒരു അവസ്ഥയിലാണ്. കാരണം എങ്ങനെയാണ് ജീവിതത്തില് എന്താണ് അനുഭവിച്ചു വന്നത്? യാതൊരു ബുദ്ധിമുട്ടും ഒന്നുമില്ലാത്ത ഭവനം, സ്നേഹത്വ സ്വരൂപനായ ഞങ്ങളുടെ അച്ഛനമ്മമാർ. അതുപോലെ തന്നെ ഹസ്ബൻഡിന്റെ വീട്ടിലും അച്ഛനും അമ്മയും നല്ല സ്നേഹിക്കുന്ന, അവിടുത്തെ മൂത്ത മരുമോളിന്റെ പരിഗണനയും സ്നേഹവും ഒക്കെ തന്ന് എനിക്കതൊക്കെ ഓർക്കുമ്പം സഹിക്കാൻ വയ്യ. കർത്താവേ, അന്ന് കർത്താവിനെ അല്ല, അന്ന് ദൈവമേ എന്ന് വിളിച്ച് ഇങ്ങനെ പോകുമ്പോഴും ഇതെന്തൊരു ജീവിതം ഞങ്ങൾക്ക് ഇങ്ങനെ തന്നതെന്നുള്ള ആ ഒരു നിരാശയും എന്റെ കണ്ണു തുറക്കാത്ത വേദനയും എല്ലാം കൊണ്ട് ഏന്തി പോയ 2 പേർ അന്ന് ഈ സ്വാമിയുടെ മുന്നിലിരുന്നു. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത്. ആമേൻ, സ്തോത്രം. സ്വാമിയുടെ മുന്നിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ സ്വാമി ഒരു രുദ്രാക്ഷമാല സ്വർണത്തിൽ കെട്ടിയത് സ്വാമിയുടെ കഴുത്തിലുണ്ട്. ഒരു നാഗരാജാവ് ആ ക്ഷേത്രത്തിന് മുന്നിൽ ഇരിപ്പുണ്ട്. അതിന്റെ മുന്നിലാണ് ഈ സ്വാമി ഇരിക്കുന്നത്. ഒരുപാട് പേര് വന്ന് പാരിതോഷികം സ്വാമിക്ക് കൊടുക്കുന്നുണ്ട്.
അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും തറയിൽ ഒരു പായില്, ഈ സ്വാമിയും തറയിലാണ് ഇരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും മൃതപ്രായരായി സ്വാമിയുടെ മുഖത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്വാമി ഞങ്ങളുടെ അടുത്ത് ഒന്നും ചോദിച്ചിട്ടില്ല. നിങ്ങൾ എവിടുന്ന് വരുന്നു എന്നോ എന്തിനു വന്നു എന്നോ നിങ്ങളുടെ വിഷയം എന്തായിരുന്നു എന്നോ ഈ സ്വാമി ഞങ്ങളുടെ അടുത്ത് ചോദിക്കുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കുന്ന ഈ സ്വാമി എന്താണ് ചോദിക്കാത്തത്? നമുക്കൊരു വേറിട്ട അനുഭവം. നമ്മൾ ചെല്ലുന്നിടത്ത് നിന്നെല്ലാം ഓരോ സ്വാമിമാര് നമ്മുടെ അടുത്ത് ചോദിച്ചത് നിങ്ങൾ എവിടുന്ന് വരുന്നു, എന്താണ് വിഷയം, നിങ്ങളുടെ അവസ്ഥ എന്തെന്ന് ചോദിച്ചുകൊണ്ടിരുന്നിടത്ത് ഈ സ്വാമി ഒന്നും ചോദിക്കാതെ നമ്മുടെ മുഖത്ത് കുറെ നേരം നോക്കിയിരുന്നിട്ട് ഈ സ്വാമി ഒരു ശംഖെടുത്തു. ഈ സ്വാമി ഒരു ശംഖെടുത്തിട്ട് ഈ സ്വാമി ആ ശംഖ് കറക്കി വെച്ചിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ്, നിങ്ങൾ ഒരു ഒറ്റ സംഖ്യ പറയാം, ഒരു സംഖ്യ പറയാൻ പറഞ്ഞു. ഇപ്പൊ നമ്മൾ പറയുന്നത് ഒറ്റ സംഖ്യയാണല്ലോ. ഏട്ടന് ആദ്യം ഒന്നെന്ന് പറഞ്ഞു, ഒറ്റ സംഖ്യയിലൂടെ തുടങ്ങി. അപ്പൊ ഈ സ്വാമി വീണ്ടും ഈ ശംഖെടുത്ത് തിരിച്ച് ഈ ശംഖിലേട്ട് കുറെ നേരം നോക്കി നിന്നിട്ട് പറഞ്ഞു, ഇത് ശരിയാകുന്നില്ല, ഇത് ശരിയാകുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം സ്വാമി ഒരു പേപ്പർ എടുത്ത് അതിനകത്ത് ഭസ്മമിട്ട് അതിനകത്ത് ഒരു തിരി തെറുത്ത് ഈ പേപ്പർ ചുരുട്ടി വെച്ച് മടക്കി വെച്ചു. വീണ്ടും പറഞ്ഞു ഒരു സംഖ്യ കൂടി പറയാൻ. വീണ്ടും 1 കഴിഞ്ഞ് 3 പറഞ്ഞു. ഒറ്റ സംഖ്യ 3ലേക്ക് പോയി. ഇതും സ്വാമി പറഞ്ഞു ഇത് ശരിയാകുന്നില്ല. സ്വാമി വീണ്ടും ശംഖ് കറക്കും, ഇത് ശരിയാകുന്നില്ലെന്ന് പറയും, ഭസ്മം എടുക്കും, തിരിയെടുക്കും, പേപ്പറിൽ ചുരുട്ടി മാറ്റിവെക്കും. വീണ്ടും സംഖ്യ പറയാൻ പറയും. 1, 3, 5, 7 ഇങ്ങനെ പോയി ഒറ്റ സംഖ്യ ഫുള്ളും തീർന്ന് വീണ്ടും ഇരട്ട സംഖ്യയായി. ഈ ഇരട്ട സംഖ്യ ആയി കഴിഞ്ഞപ്പോഴത്തേനും ഇത് 16 പ്രാവശ്യവും ഈ സ്വാമി നമ്മുടെ അടുത്ത് നിന്ന് സംഖ്യ പറയാൻ പറയും. സ്വാമി ശംഖ് തിരിക്കും, ഇത് ശരിയാകുന്നില്ലെന്ന് പറയും. ഞാനും എന്റെ ഏട്ടനും കൂടെ മുഖത്തോട് മുഖം നോക്കിയിട്ട് പറയും, ഇങ്ങേര് കള്ളനാണ്, ഇങ്ങേർക്ക് വട്ടാണ്, ഇത് എന്തുവാണെന്ന് ചോദിച്ച് ഞങ്ങൾ രണ്ടുകൂടെ മുഷിയുവാൻ തുടങ്ങി. അവസാനം ഈ സ്വാമി ചോദിച്ച് ഇത് ശരിയാകുന്നില്ല, ഇത് ശരിയാകുന്നില്ല എന്ന് 16 പ്രാവശ്യം പറഞ്ഞ് സ്വാമി ഈ ശംഖിനെ മാറ്റി വെച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ ഏത് ദൈവത്തെയാണ് ആരാധിക്കുന്നത്? സ്വാമിയുടെ വായിൽ നിന്ന് വന്ന ചോദ്യമാണ്. നിങ്ങൾ ഏത് ദൈവത്തെയാണ് ആരാധിക്കുന്നത്? നിങ്ങൾ ഏത് ദൈവത്തെയാണ് വിശ്വസിക്കുന്നത്? അപ്പൊ ഞങ്ങൾ പറഞ്ഞു, സ്വാമി ഇത് എന്തൊരു ചോദ്യമാണ് സ്വാമി, പിന്നെ ഹിന്ദു പുരാണം അനുസരിച്ച് എത്ര ദൈവങ്ങളുണ്ടെന്ന് സ്വാമിക്ക് അറിഞ്ഞൂടെ? ഞാൻ ശിവനെ വിശ്വസിക്കുന്നു, ഏറ്റവും പറഞ്ഞ് അമ്മയെ വിശ്വസിക്കുന്നു, പിന്നെ അങ്ങോട്ട് ദൈവങ്ങളുടെ പേര് പറയാൻ തുടങ്ങി. ഞങ്ങൾ അവരിൽ വിശ്വാസമാണ്, ഞങ്ങളിൽ ചക്കുളത്തമ്മയിൽ വിശ്വാസമാണ്, ഭരണിക്കാവിൽ അമ്മയിൽ, ലോകത്തുള്ള അമ്മമാരെ അപ്പന്മാരെ എല്ലാം പറഞ്ഞു. അവരൊക്കെയും സ്വാമി പറഞ്ഞു, ഈ ദൈവങ്ങൾ നിങ്ങളുടെ കൂടെയില്ല. സ്വാമി പറഞ്ഞ പോയിന്റ്, ഒരു ഹിന്ദു സ്വാമിയാണ്, ഒരു ഹിന്ദു വിശ്വാസിയാണ് ഞങ്ങളുടെ അടുത്ത് പറയുകയാണ്, ഈ സ്വാമി നിങ്ങളുടെ കൂടെ ഇല്ല. അപ്പൊ ഞങ്ങൾ അന്നേരം വിശ്വസിക്കുമോ? ബാല്യം മുതലേ നമ്മുടെ ദൈവമേ എന്ന് പറഞ്ഞ് പൂജാക്ഷേത്രങ്ങളിൽ പോയി, അമ്പലങ്ങളിൽ പോയി, എല്ലാം നിർമാല്യവും അതിന്റെ വഴിപാടും ഒക്കെ കരുതി ബാല്യം മുതൽ വിളിച്ച് ആരാധിക്കുന്ന ഈ ദൈവം ഞങ്ങളുടെ മുന്നിലില്ലെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ സ്വാമി കള്ളനെന്ന് അന്നേരം തന്നെ തോന്നി. ഞങ്ങൾ പറഞ്ഞു, സ്വാമി ഈ ദൈവം കൂടെ ഇല്ലെന്നോ? സ്വാമി എന്തോ ഈ പറയുന്നേ? അതെ, ഈ ദൈവം നിങ്ങളുടെ കൂടെ ഇല്ല. അപ്പൊ എന്റെ ഹസ്ബൻഡ് ചോദിച്ചു, സ്വാമി അഖിലാണ്ടത്തിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ബ്രഹ്മാവും മഹാവിഷ്ണു ശിവനാണ്, ഇവരും ഞങ്ങളുടെ കൂടെ ഇല്ലേ? അപ്പോഴും പറഞ്ഞു, ഇവരും ഞങ്ങളുടെ കൂടെ ഇല്ല. സ്വാമി ഞങ്ങൾ മൂകാംബികയെ പോയിട്ട് വരെ വന്നതാണ് സ്വാമി, ആ അമ്മയും മൂകാംബിക ദേവിയും ഞങ്ങളുടെ കൂടെ ഇല്ലേ? ഇവരാരും നിങ്ങളുടെ കൂടെ ഇല്ല. അപ്പൊ നോക്കിക്കോണം, നമ്മള് ബാല്യം മുതൽ വിളിച്ച ദൈവങ്ങള് നമ്മുടെ കൂടെ ഇല്ല. അന്നേരം അറിഞ്ഞില്ല. അന്നേരമൊക്കെ സ്വാമി നമ്മൾ എന്ത് ചെയ്തു? കുറ്റപ്പെടുത്തി. പിന്നീട് ചോദിച്ചു, സ്വാമി അപ്പൊ ഞങ്ങൾ ഇനി എങ്ങനെ മുന്നോട്ട് പോകും? ഒരു വിശ്വാസം ഞങ്ങൾക്ക് വേണ്ടേ? ഈ ദൈവം കൂടെ ഇല്ലെങ്കിൽ, ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഇല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ വിശ്വാസം കൂടാതെ ജീവിക്കുമെന്ന് എന്റെ ഹസ്ബൻഡ് ചോദിച്ചു. അപ്പോൾ സ്വാമി കുറെ നേരം മൗനമായിരുന്നിട്ട് സ്വാമി ഒരു ശംഖ് കറക്കി. ശംഖ് കറക്കിയിട്ട് ആ ശംഖിനകത്ത് നോക്കിയിട്ട് സ്വാമി പറഞ്ഞു, നിങ്ങൾക്കൊരു രക്ഷകൻ വരും. സ്തോത്രം. ഞങ്ങൾ ചോദിച്ചു, രക്ഷകനോ? അപ്പൊ ഞാൻ എന്റെ സഹോദരനെ ഓർത്ത്, അണ്ണൻ നല്ല ബാക്ക്ഗ്രൗണ്ടിലാണ് ജീവിക്കുന്നത്. അതെ, രക്ഷകൻ വരും. അപ്പം എന്റെ ഹസ്ബൻഡ് ചോദിച്ചു, സ്വാമി രക്ഷകനോ? ഇത് എവിടെ നിന്നാണ് വരുന്നത്? ആ രൂപം ഒന്ന് പറയാമോ രക്ഷകന്റെ? അത് ആളെങ്ങനെ ഇരിക്കുമെന്ന് പറയാമോ എന്ന് ചോദിച്ച് സ്വാമി കുറെ നേരം കണ്ണടച്ച് മൗനമായിട്ട് പറഞ്ഞ്, എന്നെ രൂപം കാണിക്കുന്നില്ല, ഒരു രക്ഷകൻ വരുമെന്ന് കാണിക്കുന്നു,
അത് പ്രകാശമായി നിങ്ങളുടെ മുന്നിൽ വരുമെന്ന് പറഞ്ഞു. സ്തോത്രം. ഞങ്ങള് ഈ സ്വാമി എന്താണ് ഈ പറയുന്നതെന്ന് അറിയത്തില്ല. എന്നിട്ട് ഈ സ്വാമി പറയുന്നു, നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ഒരു അന്ധകാരത്തിന്റെ വക്കിലാണ്, നിങ്ങളുടെ കാലെടുത്ത് വെക്കുന്നത് ഇനി ആ അന്ധകാരത്തിന്റെ പടുകുഴിയിലാണ്. എന്നാൽ ഒരു രക്ഷകൻ വന്ന് നിങ്ങളെ രക്ഷിക്കും. എന്നെ രൂപം കാണിക്കുന്നില്ല, പ്രകാശമാണ് കാണിക്കുന്നതെന്ന് ഈ സ്വാമി പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞു വിട്ടു. എന്നിട്ട് ഈ സ്വാമി പറഞ്ഞ്, ഈ രക്ഷകൻ 3-ാം നാൾ നിങ്ങളുടെ അടുത്ത് വരും. ഈ രക്ഷകൻ 3-ാം നാൾ നിങ്ങളുടെ അടുത്ത് വന്നില്ലെങ്കിൽ നിങ്ങൾ പറയണം, എങ്ങാണ്ടും കിടന്ന ഒരു വട്ടൻ സ്വാമി നിങ്ങളുടെ അടുത്തൊരു രക്ഷകൻ വന്നു എന്ന് കള്ളം പറഞ്ഞെന്നും പറഞ്ഞ് നിങ്ങൾ എന്നെ കളിയാക്കണം. ഈ രക്ഷകൻ 3-ാം ദിവസം നിങ്ങളുടെ വീട്ടിലെത്തുമെന്ന് പറഞ്ഞു. സ്തോത്രം. ഞങ്ങൾ കൊടുത്ത ദക്ഷിണ ഈ സ്വാമി വാങ്ങിയില്ല. അപ്പോഴേക്കും ഈ സ്വാമി ക്ഷേത്രത്തില് ആരാധന കഴിക്കാൻ നേരമായി. ഇദ്ദേഹം എഴുന്നേക്കും ഇരിക്കും. പക്ഷേ സ്വർഗത്തിലെ ദൈവം ഇദ്ദേഹത്തെ ആരാധന നടത്തിക്കാൻ എഴുന്നേൽപ്പിച്ചില്ല. ഞങ്ങളുടെ കാര്യം പറഞ്ഞിട്ട് പോയാൽ മതി. ആമേൻ. സ്തോത്രം. ഞങ്ങൾ അറിഞ്ഞില്ല ഇതെന്താണ് ഇദ്ദേഹം പറയുന്നതെന്ന്. ഞങ്ങൾ ഇറങ്ങിയിട്ട് തന്നെ പറഞ്ഞു, ഇദ്ദേഹം ഒരു കള്ളനാണ്. ഇദ്ദേഹം പറയുന്ന ഒരു രക്ഷകൻ വരും, അത് പ്രകാശമാണ്, രൂപം കാണിക്കുന്നില്ല. 3-ാം നാൾ നിങ്ങളുടെ അടുത്ത് വരും, എന്നെ കള്ളൻ എന്ന് വിളിക്കുക, ഭ്രാന്തൻ എന്ന് വിളിച്ച് എന്നെ കളിയാക്കുക. ഈ രക്ഷകൻ 3-ാം ദിവസം വരും. എന്നെ വിളിച്ച ബീന എന്നോട് ചോദിച്ചു, അനു എന്തോ പറഞ്ഞു സ്വാമി? ഞാൻ പറഞ്ഞ കള്ളനടി. അയാൾ പറയുന്ന ഒരു രക്ഷകൻ വരും, പ്രകാശമാ കാണിക്കുന്നേ, 3-ാം ദിവസം വരും, അയാളെ ഭ്രാന്തൻ എന്ന് വിളിക്കാൻ പറയുന്നത്. അപ്പൊ അവള് ചോദിച്ചു, കൊച്ചേ അയാൾ പച്ചിലയും കത്രികയും പോലെ ഫലം പറയുന്ന ആളാണല്ലോ. ഞാൻ പറഞ്ഞ ആന്നാന്ന്, എന്റെ ഫലം നീ കേട്ടില്ലേ? രക്ഷകനായിട്ട് വരും, ഞാനിനി രക്ഷകനെ നോക്കിക്കൊണ്ട് പോവാന്ന് പറഞ്ഞ് ഞങ്ങൾ അവളോടും യാത്ര പറഞ്ഞ് വീട്ടിലെത്തി. അന്ന് ഞങ്ങള് ഒരു ഫ്ലാറ്റിലാണ്, 3-ാം നിലയിലാണ് താമസിക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് ആര് റോഡിൽ കൂടെ പോകുമ്പോഴും നമ്മൾ പറയും, പപ്പേ നമ്മളെ തിരക്കി പോകുന്ന രക്ഷകനല്ല, അത് ഒന്ന് നമ്മളെ ആയിരിക്കും വിളിക്കുന്നേ. ഇല്ല സ്വാമി പറഞ്ഞതുപോലെ താഴോട്ട് ഇറങ്ങി ചെന്ന് നോക്ക് എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. പക്ഷെ അന്നേരവും എന്റെ കണ്ണ് കാണത്തില്ല, കണ്ണിങ്ങനെ അടഞ്ഞേ ഇരിക്കത്തുള്ളൂ, തുറക്കത്തില്ല. അങ്ങനെ ഇരുന്നപ്പോഴ വീണ്ടും ഞങ്ങൾ ഈ 3-ാം നാള് പിന്നീട് ഈ വിഷയം ഞങ്ങൾ മറന്നുപോയി. ഈ സ്വാമിയുടെ അടുത്ത് പോയതിനു ശേഷം ഇല്ലേ, ആത്മഹത്യ ചെയ്യാനുള്ള അല്ലെങ്കിൽ നമ്മൾ മരിക്കാനുള്ള ആ പ്രവണത മനസ്സിൽ നിന്ന് എങ്ങനെയോ മാഞ്ഞുപോയി. അത് ഇന്ന് ചിന്തയേ വരുന്നില്ല. ഈ സ്വാമിയുടെ ചിന്തകളാണ് ഏറെ നാളുകൾക്ക് ശേഷം ഒരു ചിരി ഞങ്ങളുടെ വീട്ടിൽ വന്നത്. ഈ സ്വാമി പറഞ്ഞതിന് ശേഷം ഇത് പറഞ്ഞ് ചിരിക്കുമായിരുന്നു. ചിരി ഇല്ലാതിരുന്ന ഒരു സമയമാണല്ലോ നമ്മുടെ സമയം. അപ്പൊ സ്വാമിയുടെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ചിരിക്കുമായിരുന്നു. അങ്ങനെ ഈ 3-ാം നാൾ എന്നെ ബീന പറഞ്ഞു, അവൾ മടത്തറയിൽ ബ്യൂട്ടി പാർലർ കടയിടുകയാണ്. ഞാൻ പാലോട് എടുത്തത് ഞാൻ തിരിച്ചു കൊടുത്തു, എന്റെ അവസ്ഥ കാരണം എടുത്തില്ല. അപ്പൊ മടത്തറയിൽ കടയിടുമ്പോൾ ഒരു തയ്യൽക്കാരി കൊച്ചിനെ അവൾക്ക് വേണം. അപ്പൊ അവിടേക്ക് പോകുന്നതിന് എന്നെ കൂട്ടിക്കൊണ്ടാണ് 3-ാം ദിവസം ഈ ഒരു തയ്യൽക്കാരി കൊച്ചിനെ വേണ്ടിയിട്ട് വേറൊരു തയ്യൽക്കടയിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അവിടേക്ക് പോകുമ്പോൾ അവിടുത്തെ കുട്ടിയുടെ പേരും ബീന എന്നാണ്. ആ കടയിൽ ഇരിക്കുന്ന കുട്ടിയുടെ പേരും ബീന. ഈ ബീനയ്ക്ക് എന്നെ നന്നായിട്ട് അറിയാം. ബീന SNDP നിന്ന് വിശ്വാസത്തിൽ വന്ന് 25 വർഷമായി. കുഞ്ഞുങ്ങളില്ലായിരുന്നു, 2 ആൺകുഞ്ഞുങ്ങളെ കൊടുത്തു, നല്ല ഭവനം കൊടുത്തു, 3 IPC സഭ അവള് സ്ഥാപിക്കുകയും ചെയ്തു. അപ്പൊ ഈ ബീനയെ ഞാൻ ഒരുപാട് വട്ടം ആ കടയിൽ കയറിയിട്ടുണ്ട്, ഒരുപാട് വട്ടം കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ബീന എന്നോട് സുവിശേഷം എന്ന് പറയുന്നത് പറഞ്ഞിട്ടില്ല, യേശു എന്നൊരു വാക്കോ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞാനും ഈ എന്നോട് കൂടെ വരുന്ന ബീനയും കൂടെ ഈ മലത്തറയിലുള്ള ബീനയുടെ കടയിലേക്ക് ഞങ്ങൾ ചെന്ന് കയറി. അവിടെ കുറെ നേരം ഇരുന്ന് കുറെ നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് 3-ാം ദിവസമാണെന്ന് ഓർക്കണം. കുറെ നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾ യാത്ര പറഞ്ഞ് പോകുമ്പോൾ എന്നോട് കൂടെ വന്ന ബീന ആ ഉമ്മറവാതില് കഴിഞ്ഞു പോയപ്പോൾ, ഞാൻ ആ ഉമ്മറവാതിലിൽ എത്തിയപ്പോൾ എന്നെ പുറകിൽ നിന്ന് ഈ ബീന വിളിക്കുകയാണ്, അനിത അവിടെ നിന്ന് നിന്നേ, പ്രാർത്ഥിക്കാൻ വല്ല വിഷയവുമുണ്ടോ? സ്തോത്രം. എത്രയോ നാളുകളായി, എത്രയോ നാളുകൊണ്ട് കണ്ട് പരിചയമുള്ള ഈ ബീന എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്നോടൊരു ദൈവവിളി പുറകിൽ നിന്ന് വരികയാണ്. എനിക്കത് മനസ്സിലായില്ല, ഒരു ദൈവവിളിയാണ് എന്ന് മനസ്സിലായില്ല. ഞാൻ ഓടി ചെന്ന് ഈ കൊച്ചിന്റെ കരത്തിൽ കൊടുത്തിട്ട് ഞാൻ ചോദിച്ചു, ബീന നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ എന്ന്. സ്തോത്രം. ഞാൻ ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് തിരുവചനം വായിച്ചപ്പോൾ പാസ്റ്ററെ അവിടെ നിന്ന് എനിക്ക് മനസ്സിലായി ഒരു കാര്യം മനസ്സിലായത്. ശൗല് തന്റെ അപ്പന്റെ കഴുതകളെ കാണാൻ ബാല്യക്കാരനുമായിട്ട് പോയി. സ്തോത്രം. അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ബാല്യക്കാരൻ പറയുന്നു, നമുക്കിവിടെ ഒരു ദൈവപുരുഷനുണ്ട്, ആ ദൈവപുരുഷന്റെ അടുത്തേക്ക് പോകാം. അപ്പൊ ശൗല് ചോദിക്കുന്നു, നമ്മൾ ദൈവപുരുഷന്റെ അടുത്ത് പോകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പോകുന്നത്? നമ്മുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ.
ആമേൻ. എന്റെ കയ്യിൽ 20 ശേക്കൽ വെള്ളിക്കാശുണ്ട്, ഞാൻ അതും കൊണ്ട് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ബാല്യക്കാരനും ഈ ശൗലും കൂടെ പോയപ്പോൾ ശമൂവേൽ പ്രവാചകൻ അന്നേരം ഒന്നും മിണ്ടിയില്ല. പോകാൻ നേരം പറയുക, നീ അവിടെ നിൽക്കുക, ദൈവത്തിന്റെ അരുളപ്പാട് നിന്നെ അറിയിക്കേണ്ടതിന് ബാല്യക്കാരൻ പോകട്ടെ, നീ അവിടെ നിൽക്കുക എന്ന് പറഞ്ഞതുപോലെ, സ്തോത്രം, ദൈവത്തിന് ആരെയാണോ വേണ്ടിയിരുന്നത്, ദൈവത്തിന് ആരെയാണോ വിളിക്കേണ്ടിയിരുന്നത്, എന്റെ കൂടെ വന്ന ബീനയെ അല്ലായിരുന്നു വേണ്ടുന്നത്. അവൾ ആ ഉമ്മറവാതിൽക്ക് കടന്നു പോയപ്പോൾ സ്വർഗത്തിലെ ദൈവം ബീനയുടെ നാവിൽ നിന്ന് അധികാരത്തോടെ പറയുക, അനന്താ അവിടെ നിന്ന് നിന്നേ, പ്രാർത്ഥിക്കാൻ വല്ല വിഷയവുമുണ്ടോ? സ്തോത്രം, ആമേൻ. ഒരു സിന്ധു സ്വാമിയിലൂടെ ഒരു രക്ഷകൻ നിങ്ങളുടെ എടുത്തു വരുമെന്ന് പറഞ്ഞു. കഴുതയുടെ വായി സംസാരിപ്പിച്ച ദൈവം ഒരു ഹിന്ദു സ്വാമിയിലൂടെ സുവിശേഷം ഞങ്ങളെ അറിയിച്ചു. വേറെ ആരിലൂടെ അറിയിച്ചാലും ഞങ്ങളിത് വിശ്വസിക്കത്തില്ല. കാരണം ദൈവത്തെ ഞങ്ങൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ലാതിരിക്കുമ്പോൾ, ഇതാണ് ദൈവമെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാസ്റ്റർ വന്ന് പറഞ്ഞാൽ ഞങ്ങൾ സുവിശേഷത്തിൽ വിശ്വസിക്കത്തില്ല, ഒരു ക്രിസ്ത്യാനി വന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിട്ടുമാറത്തില്ല. അത്രത്തോളം ഞങ്ങൾ ഭക്തിയോടെ നിൽക്കുന്ന ഈ ഹിന്ദു വിശ്വാസത്തിൽ നിന്ന് ഒരു ഹിന്ദു സ്വാമിയിലൂടെ ദൈവം സംസാരിച്ചു, നിങ്ങൾക്കൊരു രക്ഷകൻ വരും. ആമേൻ. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ആമേൻ. ആ ശബ്ദം ഞങ്ങളുടെ ജീവിതത്തിലേക്കും വന്നു. ആ രക്ഷകൻ ഞങ്ങളുടെ ജീവിതത്തിലേക്കും വന്നു. അനിതാ വല്ലതും പ്രാർത്ഥിക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഓടിച്ചത് ഞാൻ കയ്യിൽ പിടിച്ചു. എന്റെ കണ്ണിൽ നിന്ന് ചോരയാണ് ഇറങ്ങിയത്. സ്തോത്രം. ഞാൻ ചോദിച്ചു, ബീന, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? ആമേൻ. ഈ കൊച്ച് എന്നോട് ചോദിച്ച എങ്ങനെ ഇരിക്കും? ഒരു ബന്ധുക്കോസ് കുട്ടിയോട് ഈ കൊച്ച് ഞങ്ങളെ വീണ്ടും വിളിക്കാൻ തുടങ്ങി. അങ്ങനെ വിളിക്കാൻ തുടങ്ങിയപ്പോഴത്തേന് ലാസ്റ്റ് 6ാമത്തെ തേങ്ങയുമായിട്ട് ഞങ്ങൾ ഉസ്താദിന്റെ അടുത്തേക്ക് വീണ്ടും പോകുന്ന ഒരു ദിവസം, ഈ ദിവസം ഞങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. തേങ്ങായുമായി പോയി തേങ്ങ അവിടുന്ന് പുതിയത് മേടിച്ചുകൊണ്ട് ഞങ്ങൾ വരുമ്പോൾ രാത്രിയില് ഞങ്ങളെ വിളിക്കുകയാണ്, അനിതാ ഇവിടെ നിന്ന് ഇറങ്ങിയേ, ഞാനൊരു ദേവദാസിനെ ഒരുക്കി വെച്ചിട്ടുണ്ട്, സാറുമായിട്ട് ഒന്ന് വാ എന്നെ എന്നും വിളിക്കുന്നു. അപ്പൊ ഞാൻ പറയും, പപ്പേ, നമുക്ക് ക്രിസ്ത്യാനികളല്ലേ, അവര് നല്ലവരല്ലേ, നമ്മൾക്ക് അവര് ദോഷം ചെയ്യുന്നവരല്ലല്ലോ, നമ്മൾ ഒന്നിനും അവരെ ഒരു കേസിൽ പോലും ഞാനൊരു ക്രിസ്ത്യാനിയുടെ പദം കണ്ടിട്ടില്ലല്ലോ, അപ്പൊ ക്രിസ്ത്യൻസ് നല്ലതല്ലേ, നമുക്കൊന്ന് പോയി പ്രാർത്ഥിക്കാം. എന്നാ ഇനി അതിന്റെ കുറവല്ലേ ഉള്ളൂ, നമുക്ക് അവിടെയും കൂടെ പോകാം എന്ന് പറഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്ത് ഈ ബീന ഒരുക്കി വെച്ച പാസ്റ്ററിന്റെ അടുത്തേക്ക് ഞങ്ങൾ പോയി. അന്ന് ബീനായും ബീനയുടെ അമ്മച്ചിയും ഈ ദേവദാസനും ഒരു വീട്ടിലാണ് പാഴ്സനേജ്. അവിടെ ഞങ്ങൾ പോയി. ഞാനും എന്റെ ഏട്ടനും കൂടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ 2 പേരേ ഉള്ളൂ. മൂത്ത മോൻ അന്ന് തിരുവനന്തപുരത്ത് പഠിക്കുകയാണ്, ഇളയ മോൻ വീട്ടിൽ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്. ഞങ്ങൾ ഈ തേങ്ങയുമായിട്ട് ഞങ്ങള് ഈ ചർച്ചിലേക്ക് പോവുകയാണ്. ഞങ്ങളെ ഒരുക്കി വെച്ചിരിക്കുന്ന ദേവദാസിന്റെ അടുത്ത് 2017 ഒക്ടോബർ മാസം രാത്രിയിലേക്ക് ഞങ്ങൾ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ ചെന്ന് ഞങ്ങൾ 2 പേരും ഇതുപോലെ കസേരയില് ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത് ഈ ദേവദാസൻ ഒന്നും പറഞ്ഞില്ല, പാസ്റ്ററേ, ഒന്നും ചോദിച്ചില്ല. ഈ ദേവദാസൻ ഞങ്ങളുടെ തലയിൽ കൈവച്ചിട്ട് പ്രാർത്ഥിക്കുന്ന പദം ഇതാണ്: നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഒരു അന്ധകാരത്തിന്റെ വക്കിലാണ്, നിങ്ങളുടെ അടുത്ത കാൽവയ്പ് ഒരു പടുകുഴിയിലാണ്, എന്നാൽ ലോകത്തിന്റെ രക്ഷകനായ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ ഇപ്പോൾ ക്യാച്ച് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. സ്തോത്രം. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു? പാസ്റ്ററേ, ഇത് ആര് പറയുന്നത് പോലല്ല. പലരും പറയും അങ്ങനെ പോയി ഇങ്ങനെ പോയി ഓടി ചാടി തുള്ളി എന്നൊക്കെ. അതൊക്കെ സത്യങ്ങൾ അനുഭവിക്കുന്നവർക്കേ അറിയത്തുള്ളൂ. ഞങ്ങൾ 2 പേരും ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ശരീരം ഉയരത്തിലേക്ക് പറക്കാൻ തുടങ്ങി. ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഞങ്ങൾ വിട്ടുപോവുക. ഉയരത്തിലേക്ക് ഒരു ആദ്യത്തെ അനുഭവം. ഇതെന്താണ് ഇങ്ങനെ? അറിയത്തില്ല. അപ്പൊ എന്റെ അനുഭവമാണോ എന്റെ ഹസ്ബൻഡിനുണ്ടാകുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ 2 പേരും ഞാനിങ്ങനെ ഉയരങ്ങളിലേക്ക് ഒരു പഞ്ഞി കണക്കെ പറക്കാൻ തുടങ്ങി. ലോകത്തിന്റെ രക്ഷകൻ യേശു ക്രിസ്തു, ഞങ്ങൾ ആ ദൈവത്തെ 2017 ഒക്ടോബർ മാസം 22-ാം തീയതി രാത്രി 8 മണിക്ക് കർത്താവിനെ രക്ഷകനായി ഞങ്ങൾ വായ്കൊണ്ട് ഏറ്റുപറഞ്ഞു. ആമേൻ. സ്തോത്രം. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ജീവിക്കുന്ന ദൈവം, സത്യദൈവം, ഇന്നും ജീവിച്ചിരിക്കുന്ന ലോകത്തിന്റെ വെളിച്ചമായ കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളെയും തേടി വന്നുവല്ലോ എന്ന് ഒന്നുമില്ലായ്മയിൽ ഈ ചേറ്റുകുഴിയിലായിരുന്നവരെ ദൈവമേ, ദൈവം തന്നെ സമയമായപ്പോൾ ഏറ്റെടുത്തു. ആമേൻ. അതാണ് ലോകസ്ഥാപനത്തിന് മുന്നമേ കണ്ട ദൈവം, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ വെളിപ്പെടുത്തി തന്ന ദൈവം. എന്നാൽ എന്നെ ബാല്യം മുതലേ തകർക്കുവാൻ എനിക്ക് അരിഷ്ടതകൾ കൊണ്ടുവന്നു, എന്നാൽ എന്നെ രോഗം കൊണ്ടുവന്ന് നശിപ്പിക്കാൻ ഒരുങ്ങി, എന്നെ മരണത്തിന്റെ വക്കിലേക്ക് തള്ളിവിടാൻ ഒരുങ്ങി. എന്നാൽ ദൈവം തന്നെ ഞങ്ങളോട് സുവിശേഷം അറിയിച്ചു. സ്തോത്രം. മറ്റാരുമല്ല സുവിശേഷം അറിയിച്ചത്. ലോകത്തിലെ രക്ഷകനായ കർത്താവായ യേശു ക്രിസ്തു സ്വാമിയുടെ വായിലൂടെ പറഞ്ഞു. ആമേൻ. കഴുതയുടെ വായി തുറക്കാൻ അധികാരമുള്ള ദൈവം ഒരു പൂജാരിയുടെ വായിലൂടെ പറഞ്ഞു, ലോകത്തിന്റെ രക്ഷകൻ നിങ്ങളുടെ അടുത്ത് വരുമെന്ന്. ആമേൻ. 3-ാം നാളത്ത് വരുമെന്ന്. സ്തോത്രം.
ആ ദൈവം ഞങ്ങളെ കണ്ടു. ആ 3-ാം നാൾ ആ രക്ഷകൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ആ രക്ഷകനെ ഞങ്ങൾ എടുത്തിട്ട് ഈ പാസ്റ്റർ 12 മണി വരെ സുവിശേഷം പറഞ്ഞു. അന്ന് വരെ യേശു ആരെന്ന് അറിയത്തില്ല പാസ്റ്ററെ, ഞങ്ങൾക്ക് സുവിശേഷം എന്തെന്ന് അറിയത്തില്ല, ഞങ്ങൾ കേട്ടിട്ടില്ല. ഞങ്ങൾ ക്ഷേത്രത്തിലും അതിന്റെ പൂജാര യന്ത്രങ്ങളിലും ആ ബിംബാതരങ്ങളിലും ഞങ്ങൾ മുഴുകിക്കൊണ്ടിരുന്ന ഞങ്ങളെ ദൈവം ഞങ്ങളെ യേശു രക്ഷകനോ എന്ന് ഏറ്റെടുത്തപ്പോൾ അതിയായി സന്തോഷിച്ചു. 12 മണിയോടുകൂടി ദൈവദാസൻ ഞങ്ങളെ ഫ്ലാറ്റിൽ കൊണ്ടെത്തിച്ചു. എന്റെ മോൻ, ഇളയ മോനോടുണ്ട്, അവന് ഞങ്ങളെ കാത്തിരിക്കുകയാണ്. ഞങ്ങൾ അന്ന് രാത്രിയില് ഞാൻ എന്റെ കുഞ്ഞിനോട് പറഞ്ഞു, മോനെ, ഇതുവരെ കണ്ടതല്ല മക്കളെ നമ്മുടെ ദൈവം, ഇതുവരെ കണ്ടതല്ല നമ്മുടെ ദൈവം. നമ്മൾ കാണുന്നത് ലോകത്തിൽ ഒരു ദൈവമാണ്, അത് ജീവിക്കുന്ന ദൈവമാണ്, അത് കർത്താവായ യേശുക്രിസ്തു ആണെന്ന് എന്റെ കുഞ്ഞിനോട് പറഞ്ഞപ്പം യേശുക്രിസ്തുവോ അമ്മേ എന്നൊരു ചോദ്യം മാത്രമേ എന്റെ കുഞ്ഞ് ചോദിച്ചുള്ളൂ. സ്തോത്രം. അന്ന് രാത്രിയിൽ ഞങ്ങൾ മൂകാംബിയിൽ നിന്ന് കൊണ്ടുവന്ന വിഗ്രഹങ്ങള് എല്ലാം, ഫോട്ടോസ്, സകലതും, ഇരുന്ന നിലവിളക്കുകള് എല്ലാം ഞങ്ങൾ എന്ത് ചെയ്ത് ചാക്കിൽ കെട്ടിയിട്ട് നേരം വെളുത്ത് ഞങ്ങൾ അടുത്തുള്ള തോട്ടിൽ ഒഴുക്കിക്കളഞ്ഞു. അന്ന് മുതൽ ഞങ്ങളുടെ വീടിനകത്ത് പാരമ്പര്യമായി ഉണ്ടായിരുന്നത് ഒന്നും വേണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ച് അവരുടെ ഒന്നും വീട്ടിൽ വെച്ചില്ല പാസ്റ്ററെ. അബ്രഹാം പിതാവിനെ വിളിച്ചതുപോലെ എന്റെ കേൾക്കുന്ന ദൈവമക്കളെ, സ്തോത്രം, നമ്മളെ വിളിച്ച വിളി ദൈവമാണ്. നമ്മളെ ദൈവം വിളിച്ചുവെങ്കിൽ ആ ദൈവത്തിന് അനുരൂപമായി തീരണം നമ്മള്. സ്തോത്രം. അന്ന് മുതൽ വീട്ടിലിരുന്ന വിഗ്രഹങ്ങള്, നിലവിളക്കുകള്, എന്തിന് എന്റെ താലി, കല്യാണ സാരി, എന്റെ കല്യാണമുണ്ട്, ഒന്നും ഇനി ഇവരുടെ വേണ്ട. ഞങ്ങൾക്ക് വചനം അറിയത്തില്ല, ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ല, ഞങ്ങൾക്ക് എന്താണെന്ന് പോലും അറിയത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവാൻ ദൈവം ഞങ്ങളെ കൊണ്ട് അത് എന്ത് ചെയ്യുക, എല്ലാം എടുത്ത് മാറ്റിക്കളയുകയാണ്, ഞങ്ങളിൽ നിന്ന് ചെയ്യിക്കുകയാണ്. സ്തോത്രം. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, പിറ്റേന്ന് അമ്മച്ചി, എനിക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു അമ്മച്ചി ഒരു ബൈബിള് തന്നിട്ട് പറഞ്ഞു, മോളെ, ഇത് മോക്ക് വായിച്ചാ ഒന്നും മനസ്സിലാകത്തില്ല ആദ്യം, പക്ഷെ എങ്കിലും മോള് വായിക്കണമെന്ന്. ഇനി 2 കൈ നീട്ടി ആ ബൈബിള് വാങ്ങി. എന്നാൽ എന്റെ ദൈവം വചനങ്ങളെയും എല്ലാം തിരിച്ചു തന്നു. സ്തോത്രം. ദൈവം അതെല്ലാം മനസ്സിലാക്കി തന്നു. എന്റെ ഹസ്ബൻഡും കുഞ്ഞുങ്ങളും സ്കൂളിലേക്ക് പോകുമ്പോൾ ഞാൻ ആ ബൈബിള് വായിക്കാൻ തുടങ്ങി. അപ്പൊ ഈ ബൈബിള് വായിക്കുമ്പോൾ എനിക്കറിയാം യേശു ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചത് നമുക്കറിയാമല്ലോ. അപ്പൊ അതെവിടാ കിടക്കുന്നേ എന്ന് ബൈബിൾ എടുത്തിട്ട് അതിനെ തിരയാൻ തുടങ്ങി. കർത്താവിനെ ഇവരെങ്ങനെയാണ് ക്രൂശിലേക്ക് കൊണ്ടുപോയത്. സ്തോത്രം. അന്നേരം എനിക്ക് മനസ്സിലായി സുവിശേഷം വായിച്ചാൽ അറിയാമെന്ന്. അപ്പൊ സുവിശേഷം തേടാൻ തുടങ്ങി ബൈബിളിലൂടെ. നോക്കിയപ്പോൾ മത്തായി സുവിശേഷം കണ്ടു. അവിടെ തൊട്ട് വായിച്ചു പാസ്റ്ററെ. ഞാൻ അവിടെ നിന്ന്, കർത്താവെ, എനിക്ക് എന്റെ അപ്പൻ നടന്ന വഴിയിലേക്ക് വരണം, ഇസ്രായേലിൽ എന്നെയും കൊണ്ടുപോകണമേ. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിത് അമ്മച്ചിയോട് ആഗ്രഹം പറഞ്ഞപ്പോ അമ്മച്ചി പറഞ്ഞു, മക്കളെ, 25 കൊല്ലമായി ഞങ്ങൾ വേദപുസ്തകം എടുത്തിട്ട് ഇന്ന് വരെ തോന്നാത്ത ചോദ്യം നിനക്കുണ്ടായല്ലോ ഇന്ന്. അമ്മച്ചി വളരെ ഹാപ്പി ആയിരുന്നു. ഇന്ന് ഞങ്ങൾ ആ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. പക്ഷേ അവിടെ നിന്നിട്ട് ഞങ്ങൾ പിറ്റേ സൺഡേയില് ആരാധിക്കാനായിട്ട് ഞങ്ങൾ പോകുമ്പോൾ അവിടെ തൊട്ടാണ് ഞങ്ങളോട് ദൈവം സംസാരിക്കാൻ തുടങ്ങി. അവിടെ ചെന്നിരിക്കുമ്പോഴൊക്കെയും ദൈവം പറയുന്നു, ഇതല്ല സഭ, ഇതല്ല ആരാധന, ഇതല്ല. മനസ്സിനിങ്ങനെ പറയും. അപ്പൊ ആരാധന എന്തെന്നറിയത്തില്ല, സഭ എന്തെന്നറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ഒക്കെയും ദൈവം ഞങ്ങളെ അവിടെ ഇരുത്തിയില്ല. ആ സഭയിൽ നിന്ന് ഞങ്ങളെ വേറെ എവിടെയാണ് പോകേണ്ടുന്നത്, എങ്ങനെയാണ് പോകേണ്ടുന്നത് എന്നൊന്നും അറിയത്തില്ല ഞങ്ങൾക്ക്. പല സഭകളിൽ ഞങ്ങൾ പോകാൻ തുടങ്ങി. പക്ഷെ അവിടെയൊന്നും ഇതല്ല എഴുന്നേക്ക്. അപ്പൊ വീട്ടിൽ വരുമ്പോ ഞാൻ പപ്പയോട് ചോദിക്കും, പപ്പ, ഇതെന്താ ഇങ്ങനെ നമുക്ക് പറയുന്നേ. അങ്ങനെ ഞങ്ങളെ എന്തായാലും കൊള്ളാം, ഈ ഒരു സഭയിലേക്ക് ഞങ്ങൾ പ്രാർത്ഥിച്ചു. 3 ആഴ്ച ഇങ്ങും പോയില്ല. ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഞങ്ങൾക്ക് എവിടെയാണ് സഭയിലുള്ളത്, ഏത് സഭയിൽ ഞങ്ങൾ പോകണം, ഞങ്ങൾക്ക് വചനം വേണം. അങ്ങനെ ഞങ്ങൾ ആഗ്രഹിച്ച് ഞങ്ങൾ കൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു ആന്റിയോട് ചോദിച്ചു, ഈ പുനലൂരുള്ള ഒരു ആന്റിയോട് ചോദിച്ചു, ആന്റി, ഒരു പുനലൂർ അഞ്ചലിൽ നിന്ന് ചെമ്മന്തൂര് വരെയുള്ള പല സഭകളുടെയും പേര് പറഞ്ഞു. അപ്പോഴൊന്നും പറഞ്ഞു, അതല്ല വേറെ പറ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്തായാലും ഈ ഞങ്ങളിപ്പോൾ പോകുന്ന സഭയുടെ പേര് അവിടെ നാവിൽ നിന്ന് വന്നു. എങ്കിൽ ലാസ്റ്റ് നീ അവിടെ ചെന്ന് കയറ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നല്ല വചനം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾക്ക് വചനം മതി, അല്ലാതെ വേറൊന്നും വേണ്ട എന്ന് കരുതിയാണ് ഞങ്ങളെ ദൈവമായിട്ട് ആ ചർച്ചിലേക്ക് കൊണ്ടുവന്നത്. സ്തോത്രം. പിന്നീട് പാസ്റ്ററെ, അവിടെ നിൽക്കട്ടെ, എങ്കിലും നമുക്ക് മുന്നോട്ട് കടന്നു വരാം. ഞങ്ങള് ആ ദേവദാസിന്റെ അടുത്തേക്ക് പോയ സമയത്തുണ്ടായിരുന്ന തേങ്ങയെ കുറിച്ച് പറയണം. ആ തേങ്ങ ഞങ്ങൾ എടുത്ത്, തേങ്ങ വെച്ചിട്ടാണല്ലോ കയറുന്നത്. ആമേൻ. ആ തേങ്ങ തിരിച്ചു വരുമ്പോ അവിടെ വെച്ചിട്ട് വരാനൊക്കത്തില്ലല്ലോ. പേടിയല്ലേ, ഒരു തേങ്ങ കൊണ്ടുവന്ന് വെച്ച് ആരും കാണാതെ ഈ തേങ്ങ എടുത്ത് ഞങ്ങൾ ഞങ്ങളുടെ ഫ്ലാറ്റിൽ കൊണ്ടുവച്ചിട്ട് ഞങ്ങൾ ഈ തേങ്ങ മറന്നുപോയി. പിറ്റേന്ന് നേരം വെളുത്ത് ഈ തേങ്ങ നോക്കുന്ന പാസ്റ്ററെ, തേങ്ങ ചിഹ്നം പൊട്ടി ചിതറിപ്പോയി. സ്തോത്രം. ഞങ്ങള്, ദൈവമേ, യേശു ക്രിസ്തു ആര്? ഞങ്ങൾ പറഞ്ഞു, കർത്താവേ, ഭൂലോകത്തിന്റെ ഉടയവനായ ദൈവം,
സകല സാത്താന്യ മർമ്മങ്ങളെയും കർത്താവിന്റെ കാൽച്ചൂട്ടിൽ ജനിച്ചമർത്തുന്ന ദൈവം. ആമേൻ, സ്തോത്രം. ഈ തേങ്ങായും എന്ത് ചെയ്തു? ഉടഞ്ഞ് തരിപ്പണമായി പോയി. ഞങ്ങൾക്കത് കൂടുതലും ഞങ്ങളിൽ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത്, എന്നെ ഈ ഉസ്താദിന്റെ അടുത്ത് പോകുമ്പോൾ എന്റെ ചേച്ചിയും കൂടെ വന്നു മോനുമായിട്ട്. അപ്പോഴും ചോദിച്ചു, മോളെ നീ എവിടെയാണ് ഈ പോകുന്നത്? ഈ ഉസ്താദന്മാരുടെയൊക്കെ വീട്ടിൽ നമ്മൾ കയറി പോകുന്നത് ഇതുവരെയും പോയിട്ടില്ലല്ലോ. നീ പോകുന്നിടത്ത് ഞാനും വരുന്നു, എനിക്ക് കാണണം, നിങ്ങൾ എവിടെയാ പോകുന്നതെന്ന്. അങ്ങനെ അന്ന് ഈ ഉസ്താദിന്റെ അടുത്ത് പോകുമ്പോൾ ചേച്ചിയുടെ എന്റെ കൂടെ വന്ന് രാത്രിയിലോടുകൂടി ഞങ്ങൾ രണ്ടുപേരും തിരിച്ചു. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴി ഈ പാസ്റ്റിന്റെ അടുത്ത് കയറി ഞങ്ങൾ കർത്താവിനെ രക്ഷകനായി തിരിച്ചു കൊണ്ടുവന്ന പിറ്റേന്ന് രാവിലെ എന്റെ ചേച്ചിയെ ഞാൻ ഫോണിൽ വിളിക്കുന്നു. സ്തോത്രം. ഞാൻ ഫോണിൽ വിളിച്ചിട്ട് സുവിശേഷമാണ് പറയുന്നത്. മോളെ, ഇതല്ല ദൈവം, നമ്മൾ കണ്ടതല്ല ദൈവം, നമ്മൾ ചിന്തിക്കുന്നതല്ല ദൈവം, നമ്മുടെ ഇതൊന്നും അല്ല ദൈവം, നമ്മുടെ ദൈവം യേശു ക്രിസ്തു ആണെന്ന്. അപ്പൊ അവൾ എന്നോട് പറയും, നീ ഇപ്പൊ എന്തോ ഇങ്ങനെ മാറിയത്? ഇന്ന് വരെ നീ ഈ നിന്നതെടുത്ത് യേശു ക്രിസ്തുവോ? നീ ആരോടും പറയരുത്, നമ്മുടെ വീട്ടുകാരൊക്കെ അറിഞ്ഞ എന്ത് ചെയ്യും? ഒന്നുമല്ല, ഞാൻ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അവളോട് പറയാൻ തുടങ്ങി. പക്ഷേ എന്റെ ചേച്ചി വേറൊരു കാര്യം ചെയ്തു. എന്റെ നാവിന് എന്തൊക്കെയാ പറയണമെന്ന് പരിശുദ്ധാത്മാവ് തന്നു. സ്തോത്രം. ഞാനല്ല പറയുന്നത്. ഒരു ദിവസം കൊണ്ട്, ഒരു തലേ രാത്രി കൊണ്ട്, പിറ്റേന്ന് നേരം വെളുത്ത ഈ സമയത്തിനുള്ളിൽ എന്റെ നാവിൽ എങ്ങനെ സുവിശേഷം പറയുവാൻ ദൈവം അധികാരം തന്നു എന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. എന്റെ ചേച്ചിയോട് പറയുമ്പോൾ അവള് ഫോൺ ഒരിടത്ത് വെച്ചിട്ട് അവള് മാറി മാറി പോകും. എന്നിട്ട് കൂടെ കൂടെ വന്ന് കേൾക്കുന്നത് പോലെ ആ ആ എന്നിങ്ങനെ പറയും. പക്ഷെ അവള് കേൾക്കുന്നില്ല എന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ വിട്ടുകൊടുത്തില്ല. അവസാനം ഞാൻ പറഞ്ഞ, നിത്യത ഒന്നുണ്ട് മോളെ, യേശു ക്രിസ്തുവിലും കൂടെ മാത്രമേ നിത്യത നിനക്കുള്ളൂ. നീ എത്ര വിഗ്രഹങ്ങളെ സേവിച്ചാലും എന്തൊക്കെ ദാനധർമ്മങ്ങൾ ചെയ്തിരുന്നാലും സ്വർഗത്തിൽ പോകണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അത് യേശു ക്രിസ്തുവിന്റെ വഴിയിലൂടെ മാത്രമേ ഉള്ളൂ. ആ ദൈവത്തെ മോൾ അറിയണമെന്ന് ചോദിച്ചു. അപ്പൊ എന്റെ ചേച്ചി ഓടി വന്ന് ചോദിച്ചു, മോളെ നിത്യതയോ അതെന്തുവാ എന്ന് ചോദിച്ചു. അപ്പൊ നിത്യതയെ കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുത്തു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സ്തോത്രം. നമ്മുടെ കർത്താവ് ജീവിക്കുന്ന ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ഉയരത്തിൽ തത്വത്തിന്റെ പ്രഭയും മുദ്രയും അണിഞ്ഞ് യേശുവേ സ്തോത്രം. ഇന്നും ജീവിക്കുന്ന ദൈവം. സ്തോത്രം. മഹിമയുടെ പ്രസാദത്തിൽ ഇന്നും ജീവിക്കുന്ന ദൈവം, തേജസ്സിന്റെ പ്രഭയണിഞ്ഞ് തത്വത്തിന്റെ മുദ്രയണിഞ്ഞ് മഹിമയുടെ വലതുഭാഗത്ത് ഇന്നും ജീവിച്ചിരിക്കുന്ന ദൈവം നമ്മളെയും ഉയർപ്പിച്ചു കൊണ്ടുപോകും. സ്തോത്രം. ആ യേശു ക്രിസ്തുവിന് നമ്മളെ ഉയർപ്പിക്കണമെങ്കിൽ ആ കർത്താവിനെ നമ്മളെ രക്ഷകനായി സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ വായ് കൊണ്ട് കർത്താവിനെ ഏറ്റുപറയണം. മരിച്ചവരുടെ ഇടയിൽ നിന്ന് കർത്താവിനെ ജീവിപ്പിച്ച ദൈവം, സ്തോത്രം, ഇന്നും ജീവിക്കുന്ന ദൈവം. ആ ദൈവത്തെ നമ്മൾ മഹിമയോടെ സ്തോത്രത്തോടെ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നിന്നാൽ നമ്മളും എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽക്കും. ഈ ദൈവത്തിന്റെ വചനം എന്റെ ചേച്ചിയോട് പറഞ്ഞു കൊടുത്തപ്പോൾ എന്റെ ചേച്ചി പറഞ്ഞു, മോളെ എനിക്കിനി ഒന്നും വേണ്ട. എന്റെ ബാല്യത്തിലെ, എന്റെ ചെറുപ്പത്തിലെ എന്റെ ഹസ്ബൻഡ് എന്നെ മരിച്ചുപോയി. എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ വളർത്തി. എനിക്കും വേണം നിത്യത. ഇനി എനിക്ക് നരകത്തിൽ കിടക്കുവാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ചേച്ചി കർത്താവിൽ വിശ്വസിച്ചു. ഒരുപാട് പ്രതികൂലങ്ങൾ ചേച്ചിക്ക് കിട്ടി. മക്കള് രണ്ടുപേരും, മോടെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ലായിരുന്നു. മക്കള് രണ്ടുപേരും ദൈവമേ ഒരുപാട് അവളെ എതിർത്തു. എന്നാൽ അവളും വിഗ്രഹങ്ങളെ എല്ലാം വിട്ട് അവള് സ്നാനപ്പെടാൻ കർത്താവ് സഹായിച്ചു. അതുകൊണ്ട് തന്നെ ഒരുപാട് എതിർത്ത മകനും ഇന്ന് കർത്താവിൽ വിശ്വസിച്ചു. മകന് സ്നാനപ്പെട്ടു. ഇന്ന് ആ കുഞ്ഞു കുവൈറ്റില് ജോലി ചെയ്യുന്നു. സ്തോത്രം. അങ്ങനെ എന്റെ സഹോദരിയെ മകനെയും എനിക്ക് കർത്താവിൽ കൊണ്ടുവരാൻ ദൈവം സഹായിച്ചു. ദൈവം അവരെയും മുന്നമേ കണ്ടിരുന്നു. ആമേൻ, സ്തോത്രം. എന്റെ സഹോദരങ്ങളോട് മുഖയും ഞങ്ങൾ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനിയാണ് ഞങ്ങളുടെ ജീവിതം തുടങ്ങുന്നത്. സ്തോത്രം. 2018 കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു. അതുവരെയും ഒരുവിധം തത്തിപ്പൊത്തിയൊക്കെ പോയിരുന്ന ഞങ്ങള് 2018 ദൈവം ഞങ്ങളെ പഠിപ്പിക്കുന്നത് എന്തെന്ന് പഠിപ്പിച്ചു കളഞ്ഞു. ആമേൻ, സ്തോത്രം. അവിടെയാണ് പാസ്റ്ററെ, ദൈവവിളി ഇല്ലാത്ത ഒരാൾക്ക് ദൈവത്തിൽ നിൽക്കുവാൻ കഴിയുകയില്ല. പൂർണ്ണമായ മാനസാന്തരം ലഭിക്കാത്ത ഒരാൾക്ക് ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതാണ് ഞങ്ങളുടെ ജീവിതം ഞങ്ങളെ പഠിപ്പിച്ചത്. 2018 കർത്താവിനെ അറിഞ്ഞ ആ വർഷം തന്നെ എന്റെ സ്കൂളില് ഹസ്ബൻഡിന് ജോലി നഷ്ടമായി. ആമേൻ, സ്തോത്രം. അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തരാം. 2018 ഞങ്ങൾ കർത്താവ് 2017 ഒക്ടോബർ 22 കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുന്നു. പിറ്റേ പുതുവർഷമാണ് 2018. 2018 ആദ്യ കാലങ്ങളിലൊക്കെ BP-യുടെ അസ്വസ്ഥതയുണ്ടെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. ആമേൻ, സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ BP നോക്കുമ്പോൾ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയങ്ങളിലൊക്കെ തളർന്നു വീണു. അന്ന് സ്കൂളിൽ അധ്യാപകരെ കൊണ്ടുവന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിക്കും. അങ്ങനെയൊക്കെ ട്രീറ്റ്മെന്റ് കൊണ്ടുപോകുമ്പോഴും BP ഉണ്ടെന്ന് ഒരു ഡോക്ടർമാര് പറഞ്ഞില്ല. അങ്ങനെ സ്കൂളിൽ പോയും വന്നും ഒക്കെ നിൽക്കുമ്പോഴ് ഇവിടെ നിന്ന് തീർത്തും അവശനായി, BP ഹൈ ആയി. അടുത്തുള്ള അഞ്ചലിലുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് ജീവൻ വേണോ ജോലി വേണോ?
അപ്പോഴും ജോലി വേണ്ട, ജീവൻ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ജീവൻ വേണമെന്ന് പറഞ്ഞപ്പോഴത്തേനും ഞങ്ങള് ഹസ്ബൻഡ് എന്ത് ചെയ്ത് അവിടുത്തെ എച്ച്എമ്മിന് ഇതുപോലുള്ള കാര്യം പറഞ്ഞു കൊടുത്തു. സാറേ എനിക്ക് ലീവ് വേണം, ഇതുപോലുള്ള അവസരമായി, എനിക്ക് സ്കൂളിലോട്ട് വരാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞപ്പം എച്ച്എം പറഞ്ഞു, സാർ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാൻ ലീവ് എഴുതി DD ഓഫീസിലേക്ക് കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. ഈ സാർ അത് മറന്നുപോയി. സാറിന് AEO ആയിട്ട് പ്രൊമോഷൻ കിട്ടി. സാർ അങ്ങ് പോയി. മാസങ്ങൾ കഴിഞ്ഞു. HM ഇല്ലാതിരുന്ന സമയത്ത് അവിടെ ഒരു 6 മാസം കഴിഞ്ഞ് HM വന്നപ്പോൾ നമ്മുടെ ഈ പേപ്പറുകളെല്ലാം ബ്ലാങ്ക് ആയി കിടക്കുമോ, സൈൻ ചെയ്തിട്ടില്ല, ലീവ് ലെറ്ററും കൊടുത്തിട്ടില്ല. HM എന്ത് ചെയ്ത് നേരെ DD ഓഫീസിലേക്ക് കത്തയച്ചു. അവിടെ നിന്നും സസ്പെൻഷനായിട്ട് ഓർഡർ വന്നു. അങ്ങനെ 2015 കെട്ടിയിരുന്ന ശമ്പളവും പോയി. അപ്പോൾ നോക്കിക്കോണം, എന്റെ കുഞ്ഞുങ്ങളൊന്നും ആയിട്ടില്ല, കുഞ്ഞുങ്ങൾ പഠിക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് എന്റെ മൂത്ത മോൻ തിരുവനന്തപുരത്താണ്. എന്റെ കുഞ്ഞിനോട് സുവിശേഷം പറഞ്ഞിരിക്കുമ്പോ അവൻ ഒട്ടും താല്പര്യപ്പെടുന്നില്ല. അമ്മ എന്തോ ഈ പറയുന്നത്, എങ്ങനെ വരും നമ്മൾ എങ്ങനെ ക്രിസ്ത്യാനികളാവും, എനിക്ക് വയ്യ, ബന്ധുക്കോസുകാരോ എന്നൊക്കെ ഇവൻ പറഞ്ഞെങ്കിലും സ്വർഗത്തിലെ ദൈവം അവനെയും കണ്ടു. 2018 ഫെബ്രുവരിയില് അവന് സ്നാനപ്പെടാൻ ദൈവം അവസരം നൽകി. ഇങ്ങനെ ഞങ്ങൾ 4 പേരും കർത്താവിനെ സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവ് അഭിഷേകം പ്രാപിച്ചു. അന്യഭാഷ അടയാളങ്ങളോടുകൂടി ഞങ്ങൾ ഇന്ന് 4 പേരും, എന്റെ ചേച്ചിയും മകനും, ഞങ്ങൾ ഒരുമിച്ച് 6 പേരും ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ വേർപാടോടെ ഞങ്ങൾ കഴിയുന്നു. പാസ്റ്ററെ, ആമേൻ, സ്തോത്രം. സ്വർഗത്തിലെ ദൈവം അങ്ങ് കൃപ നൽകി. പക്ഷേ ഞങ്ങളെ ജോലി പോയപ്പോഴും ഞങ്ങൾ പറഞ്ഞു, കർത്താവ് രക്ഷകനായിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ടില്ലേ, ഈ രക്ഷകൻ നമ്മുടെ ഉള്ളപ്പോൾ എന്തിനാണ് ജോലി? ദൈവഹിതം പോലെ നമുക്ക് മുന്നോട്ട് പോകാം. അന്ന് എന്റെ ഭർത്താവ് ഒരു കാര്യം പറഞ്ഞ്, എടേ ഇനി നമ്മളൊരു കാര്യം ചെയ്യണം, ആരോടും നമ്മളൊരു പൈസ പോലും ചോദിക്കരുത്. നമ്മളിന്ന് ദൈവത്തിന്റെ മക്കളാണ്. നമ്മുടെ ഇല്ലായ്മയിലും വല്ലായ്മയിലും നമുക്ക് ദൈവം നമ്മളെ സഹായിക്കണമെങ്കിൽ, ദൈവം നമ്മളെ കരുതണമെങ്കിൽ നമ്മൾ മനുഷ്യനോട് 1 രൂപ പോലും നമ്മളെ ഇല്ലായ്മയിൽ ചോദിക്കരുതെന്ന് പറഞ്ഞു. ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. അങ്ങനെ നമ്മൾ ജീവിച്ചോണോന്ന് എനിക്ക് പറഞ്ഞു തന്ന് ഞാനും അതുപോലെ അനുസരിക്കാൻ തുടങ്ങി. അങ്ങനെ സ്കൂളിലെ ശമ്പളം എല്ലാം തീർന്നു. നീണ്ട 5 വർഷങ്ങള് ജോലിയില്ലാതെ ഇരിക്കുകയാണ്. ശമ്പളമില്ല, ജോലിയില്ല, ഒന്നുമില്ല. ഈ സമയത്ത് കൊറോണയും വന്നു. 2019 ആയപ്പോൾ കൊറോണയും വന്നു. എല്ലാ മാസവും 2-ാം തീയതി ശമ്പളം വന്നുകൊണ്ടിരുന്നു നമുക്ക്. അത് നഷ്ടമായി. പക്ഷെ ഒരിക്കൽ പോലും ദൈവത്തോട് പറഞ്ഞില്ല, കർത്താവേ എന്തുവാ ശമ്പളം ഇല്ലല്ലോ എന്ന്. ഇതുവരെ പുറപുറത്തിട്ടില്ല. പാസ്റ്ററേ, ഒന്നുമില്ല. ദൈവരക്ഷകനായി വന്നിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മളെ നടത്തുവാൻ, ആമേൻ, അവൻ പൂർണ്ണമായും നമ്മളെ നടത്തുന്ന ദൈവമാണ്. യേശുവേ സ്തോത്രം. ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നേറി ആ ദൈവം സ്തോത്രം ഞങ്ങളെ എന്ത് ചെയ്ത്, ഈ കൊറോണയുടെ സമയത്ത് ഞങ്ങള് വീട്ടിലിരുന്നില്ല, ബൈബിൾ എടുത്ത് ട്രാക്ട് എടുത്ത് സുവിശേഷം പറയുവാൻ ഞങ്ങൾ 2 പേരും കൂടെ ഓരോ വീട്ടിലും പോയി. അപ്പോഴൊക്കെ നമുക്ക് നമ്മുടെ ഈ അറിഞ്ഞ രക്ഷയെ കുറിച്ച് പറയാൻ ഓരോ വീടും ഞങ്ങൾക്ക് തുറന്നു തന്നെന്നുള്ളതാണ് പാസ്റ്ററെ സന്തോഷം. നമ്മൾ കൊറോണയായിട്ട് ആരെങ്കിലും കയറി ചെന്നാൽ ആരും നമ്മളെ അടച്ചോടിക്കും. മാസ്ക് പോലും വെച്ചാൽ പോലും ആരും കേട്ടത്തില്ല. അന്യരായ ആളുകള്, ഹിന്ദുക്കളെന്നില്ല, മുസ്ലിങ്ങളെന്നില്ല, ക്രിസ്ത്യൻസ് ഇല്ല, ഓരോ റോഡ് സൈഡിലും കാണുന്ന വീടുകളിൽ കയറി ലോകത്തിന്റെ രക്ഷകനെ ഞങ്ങൾക്ക് പറയുവാൻ ഇടവന്ന് ഇന്നും ഞങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഇപ്പോഴും അത് തന്നെയാണ് ഞങ്ങളുടെ വേല. അങ്ങനെ ഇരിക്കവേ എന്റെ കുഞ്ഞും മൂത്ത പൈതലും വന്നു. ഇളയ മോൻ +2 കഴിഞ്ഞിട്ട് അവനോട് ഞങ്ങൾ ചോദിച്ചു, മക്കളെ എന്താണ് മോന് വേണ്ടുന്നത് പഠിക്കാൻ? അപ്പൊ പട്ടാളത്തിലൊക്കെ ചേരാനായിട്ട് കൂടെയുള്ള കുഞ്ഞുങ്ങളൊക്കെ വന്നപ്പോഴൊക്കെ അവനും ചേരാനുള്ള ഫോമൊക്കെ മേടിച്ചോണ്ട് വന്നിട്ട് അവനും പറഞ്ഞ്, അമ്മേ എനിക്ക് ദൈവവേല ചെയ്താൽ മതി, ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോവുകയാണ്. സ്തോത്രം. ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോവുകയാണെന്ന് എന്റെ കുഞ്ഞ് തീരുമാനം എടുത്തു. അങ്ങനെ അവൻ 3 വർഷം ബൈബിൾ കോളേജിൽ കുമ്പനാട് പഠിച്ചു. സ്തോത്രം. ഇന്ന് അവൻ കൊല്ലം ICPF ദൈവവേലയായിട്ട് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ദൈവം അത്രത്തോളം ഉയർത്തി. അതുപോലെ തന്നെ പാസ്റ്ററെ ഞാനും ബൈബിൾ കോളേജിൽ പഠിച്ചു, BTH എടുത്തു. സ്തോത്രം. അങ്ങനെ ഞങ്ങൾ ദൈവത്തിൽ പൂർണ്ണമായി ദൈവാശ്രയത്വത്തിൽ ഇന്ന് സുവിശേഷം ഞങ്ങൾ ഭവനത്തിൽ ആര് വന്നാലും പറയാതെ വിടത്തില്ല, ഒരു ബൈബിള് കൊടുക്കാതെ വിടത്തില്ല. എല്ലാവരോടും ദൈവം ആരെന്ന് അറിയിച്ച് നിത്യതയെ കുറിച്ച് പറഞ്ഞ് ചുമ്മാതെ സുവിശേഷം പറയുകയല്ല, ദൈവത്തിന്റെ നിത്യതയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ അവരെയും ഞങ്ങൾ എന്ത് ചെയ്ത് പല സ്ഥലങ്ങളിലും പലയിടത്തും അവർക്കുള്ള എവിടെയാണോ സഭകൾ അടുത്തുള്ളത് അവിടേക്ക് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. ദൂരെയുള്ളവരോടെല്ലാം നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് വെച്ചാൽ അവിടേക്ക് നിങ്ങൾ പോകാനായിട്ട് ഞങ്ങൾ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ തന്നെ ദൈവവേലയിൽ ഞങ്ങൾ പൂർണ്ണമായി മുഴുകിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ സമയത്തും എന്തില്ല, ഒരു കാര്യങ്ങളുമില്ല. മുന്നിലുള്ള രോഗങ്ങളെല്ലാം മാറിപ്പോയി. കർത്താവായ യേശുക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ തന്നെ എന്റെ കണ്ണ് തുറക്കാൻ തുടങ്ങി. ആമേൻ, സ്തോത്രം. ഇരുട്ടുള്ള ദേശത്ത് വെളിച്ചം കണ്ടു. സ്തോത്രം. ഗലീല, നഫ്താലി, സെബുലൂൻ പ്രദേശങ്ങളില് അതാ ലോകത്തിന്റെ വെളിച്ചമായ ദൈവം വന്നപ്പോൾ ഇരുണ്ട് കിടന്ന് ഈ ഭവനത്തിന്റെ മേലിലും
ദൈവത്തിന്റെ വെളിച്ചം കണ്ടു. സ്തോത്രം. ഞങ്ങളുടെ കണ്ണു തുറന്നു, ഹൃദയത്തെ പ്രകാശിപ്പിച്ചു. സ്തോത്രം. പരിശുദ്ധാത്മാവാൻ ദൈവം ഞങ്ങളെ ഇങ്ങനെ മുന്നോട്ട് വഴി നടത്തിക്കൊണ്ട് പോകുമ്പോൾ, ആമേൻ, സ്തോത്രം, മുന്നിൽ ഒന്നുമില്ല, ശൂന്യതയാണ്. ഞങ്ങൾ അന്ന് എന്ത് ചെയ്തു? പാലോടുന്ന് ഞങ്ങൾക്ക് ദൂരെ കൂടുതലാണല്ലോ. ഞങ്ങൾ അഞ്ചൽ ഇവിടെ വന്ന് ഞങ്ങളൊരു വീടെടുത്തു. സ്തോത്ര. അങ്ങനെയാണ് അഞ്ചൽ വരികയും ഒക്കെ നിൽക്കുമ്പോൾ, ഈ അഞ്ചലാണ് ഞങ്ങൾ പിന്നെ ഈ ചർച്ചിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ ഇവിടേക്ക് വരികയുണ്ടായി. ഇവിടെ വന്നാണ് സുവിശേഷ വേലയൊക്കെ ചെയ്തത്. ഞങ്ങളുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയത്തില്ല. കുഞ്ഞുങ്ങൾക്ക് ജോലിയായില്ല. എങ്ങനെയെങ്കിലും ഒക്കെ നിൽക്കുന്ന ഈ സമയത്ത് വളരെ ഭാരപ്പെട്ട് ഞങ്ങൾ പ്രയാസത്തോട് വാടക പോലും കൊടുക്കാനില്ലാതെ ഞങ്ങൾ ഇരിക്കുമ്പോൾ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് 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 ഞങ്ങൾക്ക് ഒന്നേ ഉള്ളൂ പറയാൻ, കർത്താവേ, മനുഷ്യനല്ല ഞങ്ങളുടെ മുന്നിൽ രക്ഷകനായി വന്നത്, അങ്ങാണ് ഞങ്ങളുടെ രക്ഷകനായി വന്നത്. അപ്പൊ ഈ രക്ഷ ഞങ്ങളുടെ ജീവിതത്തിന്റെ രക്ഷയാണ്, ശരീരത്തിന്റെ രക്ഷയാണ്, ഞങ്ങളുടെ ആത്മാവിന്റെ രക്ഷയാണ്. ദൈവം ഞങ്ങളെ വഴി നടത്തും എന്ന് പറഞ്ഞ് ആശ്രയം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞങ്ങൾ എങ്ങനെ മുന്നോട്ട്? ഞങ്ങൾക്ക് ഒന്നുമില്ല, കഴിക്കാനില്ല, വാടക കൊടുക്കാനില്ല, ആരോടും ചോദിക്കാൻ ഞങ്ങൾ പോകുന്നില്ല. കർത്താവിന്റെ സന്നിധിയിൽ തന്നെ ഇരിക്കുമ്പോൾ, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാതിരിക്കുമ്പോൾ, ദൈവം ഞങ്ങളുടെ അയൽവക്കത്തുള്ള ഒരു കുടുംബത്തോട് ഇടപെട്ടു. ആമേൻ, സ്തോത്രം. എങ്ങനെയെന്ന് കേൾക്കണം. ഈ ഞങ്ങൾ താമസിക്കുന്ന ഈ ഏരിയ എന്ന് പറയുന്നത് എല്ലാം VVIPകളാണ്. തൊട്ടടുത്ത് ജഡ്ജിയാണ്, പ്രൊഫസർമാരാണ്, കോളേജ് പ്രൊഫസർമാരാണ്, എല്ലാം അമേരിക്കയിലും ഇംഗ്ലണ്ടിലുള്ള പ്രൊഫസർമാരാണ്. അത് ഒരു 10 കൂടിപ്പോയ 12 വീടേ ഉള്ളൂ. ഒരു ടീച്ചേഴ്സ് ലൈനാണത്. ഈ വീട്ടില് ഒന്നുമില്ലാതെ ഒരു വീടെടുത്ത് നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇവരുടെ അടുത്തൊക്കെ നമ്മൾ പോയി എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഒന്നും പറ്റത്തില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ തൊട്ടടുത്തുള്ള ഭവനത്തോട് ദൈവം ഇടപെടാൻ തുടങ്ങി. നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ അയൽവക്കത്തുള്ളവരോട് തിന്നാതെയും കുടിക്കാതെയും ഇരിക്കുന്നത് നിങ്ങൾ അന്വേഷിക്കാത്തത് എന്ത്? ഒരു കത്തോലിക്ക കുടുംബമാണ്. ആമേൻ, സ്തോത്രം. അപ്പം അവര് ആദ്യം ഇത് ശ്രദ്ധിച്ചില്ല. വീണ്ടും ഇവരോട് ദൈവവചനത്തിലൂടെ ഇത് കേൾക്കാൻ ഇടയായപ്പം അവിടെ ഇരിക്കുന്ന ആ സാറ് പറഞ്ഞു, മോളെ, ഇത് ആരോടാണ് ഇത് പറയുന്നത്? ഇത് നമ്മളോടാണല്ലോ. നമ്മുടെ അയൽവക്കത്ത് ആരാണ് ഇങ്ങനെ ഉള്ളത്? നമ്മുടെ അയൽവക്കത്ത് ആരാണ് ഇങ്ങനെ ഇല്ലാതിരിക്കുന്നത്? ഇത് ആരെയാണെന്ന് ചോദിച്ചപ്പോ, ഇപ്പൊ പുതിയതായിട്ട് വന്ന ഒരു കുടുംബമല്ലേ, അവര് സാറെന്നാണല്ലോ പറയുന്നത്, മോളൊരു കാര്യം ചെയ്യുക, അവിടോട്ടൊന്ന് പോയി അന്വേഷിക്കൂ എന്ന് പറഞ്ഞു. എന്തുവായാലും കൊള്ളാം. രാത്രിയില് ആ മോളും കൂടെ ഇവിടെ വന്നു. എന്നോട് ചോദിച്ചു, എന്തെങ്കിലും വിഷയമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഒന്നുമില്ലെന്ന് പറഞ്ഞു. എന്നാ പിറ്റേന്ന് ആ സാറ് രാവിലെ എന്നെ വിളിച്ചു. ഞാൻ അവിടേക്ക് പോയി. തുറന്നു പറ, എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച്. അന്നേരം ഒക്കെ നമുക്ക് പറയാം, നമ്മളങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ, എങ്ങനെ പറയണമെന്ന്. അപ്പോഴും പിന്നെയും വിചാരിക്കുന്ന, കർത്താവേ, ഇത് ദൈവമാണോ ഈ ചോദിപ്പിക്കുന്നത്? രണ്ടും ഒരുപോലെ മിങ്കിളായിട്ട് പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ. അവസാനം ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ പറയാൻ പോവാണേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ജോലി ഇല്ലാതിരിക്കുകയാണ്, ജോലി ഇന്നതുപോലെ അവസ്ഥയിലൂടെ നിങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. പാസ്റ്ററെ, നീണ്ട നാളുകള് ആ കുടുംബം ഞങ്ങളെ പൊത്തി പുലർത്തി. അത് ഒന്നും രണ്ടുമല്ല, എല്ലാ മേഖലയിലും ദൈവമേ, ഞങ്ങളെ കർത്താവ് കാക്കയെ കൊണ്ട് എലിയവനെ പോഷിപ്പിച്ചതുപോലെ ദൈവം നല്ലതുപോലെ ആ കുടുംബത്തെ കൊണ്ട് ഞങ്ങളെ നടത്തി പോറ്റി പുലർത്തി. എന്റെ കുഞ്ഞിനൊരു സമയമായി ജോലി കിട്ടിയപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, എന്റെ കുഞ്ഞിന് ജോലി കിട്ടി. സ്തോത്രം. ആ നന്മ ഒരുപാട് അവരിലൂടെ. പക്ഷേ അവര് ഭയങ്കര നന്മയുള്ളവരാ. അവര് പറഞ്ഞു, ഞങ്ങൾ ചെയ്തെന്ന് ആരോടും പറയരുത്, ഞങ്ങൾ ചെയ്തെന്ന് മറ്റുള്ളവരോട് പറയരുത്, ഒന്നും ചെയ്യരുതെന്ന് അവർക്കത് വെളിപ്പെടുത്തുന്നത് പോലും അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു കുടുംബത്തെ കൊണ്ട് ദൈവം ഞങ്ങളെ പോറ്റി പുലർത്തി. ഇന്ന് നമ്മളൊരു ഉപകാരം ചെയ്താൽ 100 പേരോട് പറയുന്ന കാലത്തില് അവരാരോടും പറയാതെ ആ രഹസ്യമായി സ്വന്തം അയൽവക്കത്ത് പോലും ആർക്കും ഒന്നും അറിഞ്ഞൂടാ. ആമേൻ, സ്തോത്രം. ആ കുടുംബത്തെ പരിശുദ്ധാത്മാവ് ഒരുക്കി. അപ്പൊ അവര് പറയുന്നു, ദൈവമാണ് ഞങ്ങളോട് ഇടപെട്ടത്, ദൈവം ഇടപെടാതെ ഞങ്ങൾക്ക് ഇന്ന് ചെയ്യാൻ പറ്റത്തില്ല, പരിശുദ്ധാത്മാവ് ഞങ്ങളെ കേൾപ്പിച്ചതാണ് എന്ന് തന്നെ കരുതി ആ കുടുംബം ഇന്നും അവിടെ നല്ല നിലയിൽ ജീവിച്ചു പോകുന്നു. സ്തോത്രം. അങ്ങനെ ഞങ്ങള് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പാസ്റ്ററെ, ആമേൻ, സ്തോത്രം, യഹോവയിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ആമേൻ, സ്തോത്രം, സ്തോത്രം. ദൈവം ഞങ്ങളെ പോറ്റി പുലർത്തി. കുഞ്ഞിന്ന് ചെന്നൈയില് നല്ല ജോലിയിലായിരിക്കുന്നു. ഇളയ മകനെ ഒരു വിധത്തിലാക്കി. ഇങ്ങനെ നിൽക്കുമ്പോഴേ ഞാൻ പറഞ്ഞു, കർത്താവേ, ഇനി ദൈവത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഈ ജോലി തരണം. അങ്ങയുടെ പദ്ധതി എന്താണോ? സസ്പെൻഷനുള്ളത്. ഞങ്ങൾ എങ്ങും പോയില്ല, DDയിലും പോയില്ല, ഒന്നും പോയില്ല. അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴേ കാണാം 2022 മാർച്ച് മാസം DD ഓഫീസിൽ നിന്ന് ജോയിനിങ് പേപ്പർ വന്നു. സ്കൂളില് ജോയിൻ ചെയ്തു. പുതിയ സ്കൂളിലേക്കാണ് കിട്ടിയത്. പുതിയ സ്കൂളിലേക്ക് ചെന്ന് ഫസ്റ്റ് ഡേ മാർച്ച്, ഏപ്രിൽ, മെയ് 3 മാസമേ ജോലി ചെയ്തുള്ളൂ.
വീണ്ടും എന്ത് ചെയ്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ BP ഹൈ ആയി, സ്ട്രോക്ക് വന്ന് ഒരു വശം തളർന്നു, അവിടുന്ന് തന്നെ വീണു. അങ്ങനെ വീണു. സ്കൂളിലെ അധ്യാപകർ തന്നെ അവിടുന്ന് കൊല്ലം NS ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോഴും സംസാരിക്കത്തില്ല, ഒരു വശം തളർന്നു പോയി. എന്നോട് പേടിക്കല്ലേ എന്ന് അധ്യാപകർ വിളിച്ചു പറഞ്ഞു. ഒക്കെയും ഞാനിത് കേട്ടെങ്കിലും ഞാൻ ചെന്ന് കണ്ടപ്പോൾ തലയില്, ട്യൂബില്, മൂക്കില് എല്ലാം ട്യൂബുകൾ ഇട്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മള് ദൈവമേ, അങ്ങയുടെ ഹിതം ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, എന്തായാലും യഹോവയിൽ ആശ്രയിക്കുന്ന ഭക്തന്മാർക്ക് ഒരു നന്മയ്ക്കും കുറവില്ലല്ലോ എന്നുള്ള ഒരു വചനത്തില് മുറച്ച് നിന്ന് പ്രാർത്ഥിച്ച് ഡോക്ടർമാർ പറഞ്ഞ് ഈ പേഷ്യന്റ് 2 ദിവസത്തിനുള്ളിൽ മരിക്കും, നിങ്ങൾ എല്ലാവരെയും വിളിച്ചു പറയണം, ഒന്നുകിൽ ഇദ്ദേഹം മരിക്കും, അല്ലെങ്കിൽ ഇദ്ദേഹം എന്ത് ചെയ്യും, അൾഷിമേഴ്സ് ആയിട്ട് ഇതുവഴി പിന്നെ ഇത് വെന്റിലേറ്ററിൽ കിടക്കേണ്ടി വരും, ഇതുവഴി കുത്തിയിടണം, മരണം വളയും, ഏതാണ് നല്ലത്, ഇതിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഇറങ്ങി ഡോക്ടറോട്, അവിടെ നിന്ന് നമ്മളോട് ഇത്രയും കാര്യമായിട്ട് പറഞ്ഞ ഡോക്ടറോട് അവിടെ നിന്നിട്ടല്ല മാറി നിന്ന് പറഞ്ഞു, പന്ന പിശാചേ, നീ പറഞ്ഞത് നിന്റെ വാക്കുകൾ, ഞാനോ ഉയർത്തുള്ള ദൈവത്തിനെ അന്വേഷിക്കുന്നത്. അപ്പൊ ദൈവം ഒരു വചനം തന്നു. യോഹന്നാൻ സുവിശേഷം 11:4 ബൈബിള് കൊണ്ടുപോയിട്ടുണ്ട്. എന്തുവാ അത് എഴുതിയേക്കുന്നത് അറിയത്തില്ല. 11:4 ഞാൻ ഓടിപ്പോയി ബൈബിൾ എടുത്ത് വായിച്ചപ്പോ ഈ ദീനം മരണത്തിനല്ല, ദൈവപുത്രനെ മഹത്വപ്പെടുത്തേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ. ആമേൻ. അതിനകത്ത് നിർത്തി പ്രാർത്ഥിച്ച്. എന്നിട്ട് ഐസുവിന്ന് നോക്കിയില്ല, ഡോക്ടർമാരൊന്നും നോക്കിയില്ല, ഒന്നും നോക്കിയില്ല. പാസ്റ്ററെ, ചെന്ന് പ്രാർത്ഥിച്ച് അവസാനം 4-ാം ദിവസമായി ഞാൻ എന്റെ കുഞ്ഞിനോട്, മൂത്ത മോനോട് പറഞ്ഞു, മക്കളെ, പപ്പ ഇതുവരെയും കണ്ണു തുറക്കുന്നില്ല, അമ്മച്ചിക്ക് ഇനി കയറാൻ വയ്യ, മോൻ പോ, മമ്മി ഇനി എന്തുവാന്ന് വെച്ചാൽ എനിക്ക് പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ കാണാം. പിന്നെ മോൻ പോയിട്ട് അവൻ പറഞ്ഞു, മമ്മി അവിടെ വിഷമിക്കണ്ട, പപ്പ സംസാരിക്കുക. എങ്കിലും ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ഐസിയുവിൽ കയറുന്നില്ലെന്ന്. അങ്ങനെ മോനെ പറഞ്ഞ് ഐസിയുവിൽ വിട്ട് അവൻ പപ്പേന്ന് വിളിച്ചു. പതുക്കെ കണ്ണു തുറക്കാൻ തുടങ്ങി. 4-ാം നാള് ലാസറിന്റെ കല്ലറയിലെത്തിയ ദൈവം ആ ഐസിയുവിൽ എത്തി. കണ്ണു തുറന്നു. ആമേൻ, സ്തോത്രം. കണ്ണു തുറന്നിട്ട് ഡോക്ടറെ ഓടിച്ചെന്ന് വിളിച്ചു. ഡോക്ടർ ചോദിച്ചു, ഇതാരാ? അപ്പൊ ബുദ്ധിയുണ്ടോ ബോധമുണ്ടോ എന്ന് നമുക്കറിയണമല്ലോ. ഇത് മൂത്ത മകനാണ്, നിധു എന്നാണ് പേര്. ഇളയ മകനുണ്ട്, നിധുവാണ്. വൈഫുണ്ട്, അവൾ പുറത്ത് നിൽപ്പുണ്ട്. എല്ലാം പറയാൻ തുടങ്ങിയിട്ട് മോനോട് ചോദിച്ചു, മോനെ, ബാഗിനകത്ത് എന്റെ ആധാറും സ്കൂളിലെ എല്ലാ കാര്യങ്ങളും ഉണ്ട്, സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ എന്ന്. അപ്പോഴും മനസ്സിലായി, ഓർമ്മയും ഉണ്ട്, മങ്ങലേറ്റിട്ടില്ല. ആമേൻ, സ്തോത്രം. അങ്ങനെ സ്വർഗത്തിലെ ദൈവം നമ്മളെ കൊണ്ടുവന്ന്, പാസ്റ്ററെ, ഈ ഹോസ്പിറ്റലിൽ കിടന്ന 2,40,000 രൂപ അവിടെ ചെലവായി. പക്ഷേ 1 രൂപ പോലും എന്റെ ദൈവം ആരെ കൊണ്ടും, എന്റെ ചർച്ചുകാരിൽ നിന്നോ അല്ലെങ്കിൽ ദൈവ മക്കളിൽ നിന്നോ ഒന്നും കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചില്ല. എന്റെ ദൈവം എന്ത് ചെയ്ത്, അന്ന് ഒരിക്കലും ഓപ്പൺ ആകാത്ത മെഡിസപ്പിനെ അങ്ങ് ഓപ്പൺ ആക്കി തന്ന് സ്കൂളിലുകാര് അതെല്ലാം ചെയ്ത് ആ മാസത്തിലെ എല്ലാ ആനുകൂല്യങ്ങളും, ഈ ഹോസ്പിറ്റലിലെ ചെലവുകളെല്ലാം മെഡിസപ്പ് ചെയ്തു. ബാക്കി മുഴുവനും സ്കൂളിൽ നിന്ന് ടീച്ചർമാര് തന്നുകൊണ്ടേയിരുന്നു. ആമേൻ. അതുകൊണ്ട് ദൈവം മാനിച്ച് നമ്മളെ, അതിന്റെ പുറത്ത് നമുക്കൊരു കടവും ഉണ്ടാകാനായിട്ട് പറ്റിയില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ ഇപ്പോഴും നമ്മൾ നേരോടെ നിന്നാൽ, വിശ്വസ്തയോടെ നിന്നാൽ, ദൈവം നമ്മളെ പുലർത്തേണ്ടുന്ന വഴികളിലൂടെ ദൈവം നടത്തും. ആമേൻ, സ്തോത്രം. അങ്ങനെ ദൈവത്തിന്റെ കൃപയാല് ഇപ്പോൾ പിടിച്ചു നടക്കുവാൻ ഇടയായി. പക്ഷേ അവിടെ വേറൊരു കാര്യം നടന്നു. കൊല്ലം NS ഹോസ്പിറ്റലിൽ ഐസിയുവിലിരുന്ന മുഴുവൻ പേരോട് സുവിശേഷം പറയുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അവരെ ബലപ്പെടുത്താനും ഒക്കെയും സഹായിച്ചു. അവിടെ നിന്നുള്ളൊരു നേഴ്സിംഗ് സൂപ്രണ്ടിനോട് സുവിശേഷത്തെ പറഞ്ഞു. അവരെ നമ്മുടെ ചർച്ചയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. പിന്നീട് കല്ലടയിലുള്ള ഒരു സിസ്റ്ററാണ്. അവര് പിന്നീട് അവിടേക്ക് തന്നെ, കല്ലടയിലേക്ക് തന്നെ തിരിച്ചുപോയി. ആമേൻ. അത്രത്തോളം ദൈവം കൃപ നൽകി, അനേകരോട് സുവിശേഷം പറയുവാൻ ഇട നൽകി. ഇപ്പോഴും ആ ദൈവത്തിന്റെ സുവിശേഷ വേലയിൽ തന്നെ മുഴുകിക്കൊണ്ടിരിക്കുന്നു. എന്റെ ഉണ്ടായിരുന്ന ഭാരങ്ങളെ ദൈവം മാറ്റി. ആമേൻ. കണ്ണുകളുടെ കാഴ്ച ദൈവം തിരിച്ചു തന്നു. ഇപ്പോൾ എനിക്ക് ഏന്തില്ല. താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ സദാ ജീവിക്കുന്ന ദൈവമാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ, ആമേൻ, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്ന കർത്താവ്, പൂർണ്ണമായി രക്ഷിപ്പാൻ ദൈവം പ്രാപ്തനാണല്ലോ. ആമേൻ, സ്തോത്രം. ആ പൂർണ്ണതയിലേക്ക് എന്ത് തടസ്സങ്ങളോ എന്ത് പ്രയാസങ്ങളോ എന്ത് ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിലും നമ്മുടെ പ്രത്യാശ എപ്പോഴും നമുക്ക് നിത്യതയായിരിക്കണം.
ആമേൻ. സ്തോത്രം. എന്നെ കേട്ടുന്ന ദൈവമക്കളെ, നമുക്ക് പ്രതിസന്ധികളും ഭാരങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടായാലും നമ്മുടെ വിശ്വാസം, നമ്മുടെ പ്രത്യാശ, നമ്മുടെ നിത്യത ആയിരിക്കണം. ആമേൻ. അത് തടസ്സമായി വരുന്ന എല്ലാ പ്രലോഭനങ്ങളെയും, എല്ലാ തിന്മയുടെ അതിരുകളെയും നന്മ കൊണ്ട് ജയിക്കുവാൻ ദൈവം നമുക്ക് ഈ ദിവസങ്ങളിൽ കൃപ നൽകട്ടെ. ഞാൻ എന്റെ കുഞ്ഞുങ്ങൾ എവിടെയായിരുന്നാലും പറയും, മക്കളെ, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് മാറിപ്പോകരുത്. നമ്മുടെ കുഞ്ഞുങ്ങളെ മറിച്ചിടാൻ, അവരെ ബുദ്ധിമുട്ടിലേക്ക് ആക്കുവാൻ, അവരുടെ നിത്യതയെ തട്ടിക്കളയാൻ സാത്താൻ നമ്മളോട് എപ്പോഴും ബാധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ പ്രാർത്ഥനയോടെ, ഭയഭക്തിയോടുകൂടി വേണം നിൽപ്പാൻ. അനേക കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കുഞ്ഞുങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കും. അവരിപ്പോഴും അത് തന്നെ ചെയ്യുന്നു. ഇളയ കുഞ്ഞ് പൂർണ്ണമായും ദൈവവേലയിലാണ്. അവൻ അനേക കുഞ്ഞുങ്ങളെ നേടിയെടുക്കുന്നു, അനേക സുവിശേഷങ്ങള് പറയുന്നു. രാത്രിയിലെല്ലാം പോയി പൊത്തികളിലും അഞ്ചൽ പട്ടണങ്ങളിലും പുനലൂറുകളിലും എല്ലാം ഭിത്തിയില് ദൈവത്തിന്റെ സുവിശേഷത്തെ ട്രാക്ട് കൊടുത്ത് ഒട്ടിച്ചു വെക്കുന്നു. അങ്ങനെ മാനസാന്തരപ്പെട്ട് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുടുംബം ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു. പാസ്റ്ററെ, നമ്മൾ ഭൂമിയിലുള്ളതല്ല, സ്വർഗത്തിലുള്ളത് വേണം നിശ്ചയിക്കാൻ. ആമേൻ. ഭൂമിയിലുള്ളത് താൽക്കാലികം, സ്വർഗത്തിലുള്ളത് നിത്യം. ഹല്ലേലൂയ. നമുക്ക് ഭൂമിയിൽ എന്തോ ആകട്ടെ, രോഗങ്ങളായിക്കോട്ടെ, ഭാരങ്ങളായിക്കോട്ടെ, പ്രയാസങ്ങളായിക്കോട്ടെ, കൂടാരമായ നമ്മുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയില്ലാത്ത നിത്യഭവനം സ്വർഗത്തിൽ നമുക്കുണ്ട് എന്ന് ഉറച്ചുകൊണ്ട് ഓരോ ദിവസവും മുന്നേറുവാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ. അതിനായിട്ട് നമുക്ക് ഒരുക്കാം. കർത്താവിൽ ആശ്രയം വെച്ചാൽ, പ്രിയമുള്ളവരെ, എന്റെ മുന്നിൽ ഉണ്ടായിരുന്ന കടഭാരങ്ങളെല്ലാം എങ്ങനെ മാറിപ്പോയി എന്ന് പോലും എനിക്ക് അറിയത്തില്ല. ആമേൻ. സ്തോത്രം. എങ്ങനെ നീങ്ങിപ്പോയെന്ന് അറിയത്തില്ല. ദൈവം വിശ്വസ്തൻ. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്ത മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നത് മാറ്റിരിക്കത്തെ വേരിട്ടിരിക്കുന്ന വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടിയാലും അവൻ പേടിക്കുകയില്ല. വരൾച്ചയുടെ കാലത്തും വാട്ടം തട്ടാതെ അവൻ ഫലം കഴിച്ചുകൊണ്ടിരിക്കും. ആമേൻ. ദൈവത്തിൽ നമ്മൾ ഫലമുള്ളവരാണോ എന്നാണ് ദൈവം നമ്മളെ നോക്കുന്നത്. കർത്താവിന് സ്തോത്രം. ഇങ്ങനെ ദൈവത്തിൽ ഫലമുള്ളവരായി തീരുവാൻ ഓരോ ദിവസവും ദൈവത്തിന്റെ സുവിശേഷം, ദൈവം തന്ന താലന്ത് ഒട്ടും ശോഷിച്ചു പോകാതെ ദൈവത്തിന് വേണ്ടി ഇന്ന് പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പാസ്റ്ററെ, സ്തോത്രം. ഇങ്ങനെ പ്രിയപ്പെട്ടവന് വയ്യാന്നൊന്നും നോക്കത്തില്ല. എങ്കിലും ഞങ്ങൾ എന്ത് ചെയ്യും? വണ്ടിയിലാക്കി ഞങ്ങൾ ബന്ധുക്കളുടെയും അടുത്തും ഒക്കെയും കൊണ്ടുപോയി നമ്മൾ സുവിശേഷം പറയും, രക്ഷ അറിയിക്കും. അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയ വഴിയിൽ എന്റെ ഒരു നാത്തൂന്റെ മകള് ചോദിച്ചു, മാമി, നിങ്ങൾ അത്രത്തോളം ക്രിസ്തുവിലാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് മാമൻ നടക്കുന്നില്ല എന്ന് ചോദിച്ചു. പെട്ടെന്ന് ഇവളുടെ ചോദ്യത്തിന് എനിക്ക് മറുപടി പറയാൻ ഞാനൊന്ന് ചിന്തിച്ച സമയത്ത് അവളുടെ ഹസ്ബൻഡിന്റെ അനിയൻ തന്നെ അവൾക്ക് മറുപടി കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ എവിടെയെങ്കിലും ഒന്ന് വായി മുട്ടിപ്പോയാലും നമ്മൾ എന്താ പറയേണ്ടതെന്ന് വെച്ചാല് അത് പരിശുദ്ധാത്മാവ് അടുത്ത വായിലുള്ളായാലും പറയും. അവൻ പറഞ്ഞു, മാമന് വയ്യാഞ്ഞിട്ടല്ലേ, നടക്കാൻ കഴിയാഞ്ഞിട്ടല്ലേ ഇന്ന് ഈ സുവിശേഷം നമ്മൾ കേൾക്കുവാൻ ഇടയായത്. മാമന് നടക്കുമായിരുന്നെങ്കിൽ ചിലപ്പോ ഒരുപക്ഷെ ഈ മാമന് നമ്മുടെ അടുത്ത് സുവിശേഷം പറയത്തില്ലായിരുന്നല്ലോ ചേട്ടത്തിയെന്ന്. ദൈവത്തിന് സ്തോത്രം. അതിലൂടെ ഞാനും എന്ത് ചെയ്തു? ദൈവത്തിനെ മഹത്വപ്പെടുത്തി, ദൈവവചനം പറഞ്ഞു, ബൈബിള് കൊടുത്തു. അവരും അടുത്തുള്ള ചർച്ചിൽ പോകാമെന്ന് ഏറ്റു വെച്ചിരിക്കുന്നു. സ്തോത്രം. അവര് പോയിട്ടുണ്ടോ എന്ന് ഞാൻ വിളിച്ചു ചോദിച്ചില്ല. ഇനി ഞാൻ ചോദിച്ചിട്ട് ദൈവമേ പോണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ദൈവത്തിന്റെ സമയമാകുമ്പോൾ ഏത് പ്രതികൂലങ്ങളിലായാലും പ്രതിസന്ധികളിലായാലും കാലസമ്പൂർണത എത്തിയ ദൈവം, കാലം നമുക്കും അടുത്ത് വരുമ്പോൾ ദൈവം തന്റെ രാജ്യത്തിലേക്ക് കൂട്ടിവരുത്തും. അനേകർക്ക് വേണ്ടി ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അനേകര് രക്ഷയിലേക്ക് കടന്നു വരട്ടെ. അനേകര് ഈ ഭവനത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അങ്ങനെയൊക്കെ ദൈവത്തിന്റെ വേലയിലൂടെ നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുന്നു. പാസ്റ്റേ, ഇത്രത്തോളം ദൈവം നടത്തി എങ്കിലും ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, നിത്യതയിലും നമ്മൾ കാണണം. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് പേരെഴുതി കാണാതെ, പേര് മായിക്കാതെ, കർത്താവെ, ഈ കുടുംബങ്ങളെ, ഞങ്ങളുടെ ചർച്ചിനെ, ഞങ്ങളുടെ സഭയെ, യേശുപ്പാ, ഈ ലോകത്തിലുള്ളവരെല്ലാവരും നിത്യതയിൽ എടുക്കണമേ എന്ന് പ്രാർത്ഥനയോടെ ഇന്നും ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. പാസ്റ്റേ, സ്തോത്രം. അങ്ങനെയുള്ള ഒരു ഇതേ ഉള്ളൂ. അഭിഷേകം പ്രാപിക്കാത്ത കുഞ്ഞുങ്ങളെല്ലാം അഭിഷേകം പ്രാപിക്കണം. ആമേൻ. കർത്താവിനെ അറിയാത്തവരെല്ലാവരും കർത്താവിനെ അറിയണം. ഈ രക്ഷ എന്തെന്ന് അവരറിയണം. അത് നമുക്ക് ഭാരമാണ്, പ്രയാസമാണ്. അനേകർ ഈ രക്ഷയെ മറിച്ചു കളയുന്നു. ദൈവത്തിൽ വിശ്വസിച്ചിട്ട് എല്ലാവരും പിന്മാറിപ്പോകുന്ന ഈ കാലത്തില് എത്ര നല്ലതാണ് ഈ കർത്താവിന്റെ ആ മാധുര്യം. ആ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നത് എത്ര സൗന്ദര്യമാണ്. അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ പറ്റൂ. ശരിയായ മാനസാന്തരവും പാപബോധവും ജനത്തിന് ഉണ്ടാകാൻ വേണ്ടി ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, അനേകർ രക്ഷിക്കപ്പെടണം. അനേകര് കർത്താവായ യേശുക്രിസ്തു രക്ഷയിലേക്ക് വരണമെന്നുള്ള ആ ഒരു പ്രത്യാശയോടെ ഈ കുടുംബം ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു. എന്നും വിശ്വസ്തയോടെ മുന്നോട്ട് പോകുന്നു. അനേകരെയുള്ള സുവിശേഷം പറയുന്നു. അനേകരെ ചേച്ചിയെ മകനെ നേടിയതുപോലെ നേടിക്കൊണ്ടിരിക്കുന്നു. ആമേൻ. സ്തോത്രം. എല്ലാത്തിനും ദൈവത്തിന്റെ കൃപയാണ് പാസ്റ്ററെ. ഈ കുടുംബത്തിലെ ദൈവമല്ലാതെ മറ്റാരുമില്ല. എന്റെ കുഞ്ഞുങ്ങളോടും എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോടും പറയുവാൻ എനിക്ക് ഒന്നും മാത്രമേ ഉള്ളൂ, യേശുക്രിസ്തുവാണ് നമ്മുടെ സമ്പത്ത്.
യേശു ക്രിസ്തുവാണ് നമ്മുടെ ഉന്നതൻ. അദ്ദേഹം അൽഫയും ഒമേഗയുമാണ്, ആദിനും അന്തിനുമാണ്, ഒന്നാമനും ഒടുക്കത്തവനുമാണ്. ഇനി നമ്മളെ കൊണ്ടുപോകുവാൻ കർത്താവ് മേഘപ്രത്യക്ഷതയിൽ വരും. അന്ന് നമുക്ക് ആ കാഹളം കേൾക്കുമ്പോൾ നമുക്ക് ഉയർന്നു കയറണം, പറന്നുയരണം. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിലേക്ക് വേണം. എപ്പോഴും പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് മുന്നേറുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. അമേൻ, അമേൻ. ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നേറാം. സ്തോത്രം. ഇത്രത്തോളം സമയം എനിക്ക് തന്ന അരോമ ടിവിയോടുള്ള നന്ദി അറിയിക്കുന്നു, എന്റെ കുടുംബത്തിന്റെ നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ കർത്താവായ യേശു ക്രിസ്തു ഇത്രത്തോളം പറയാൻ എന്റെ പരിശുദ്ധാത്മാവ് ദൈവം സഹായിച്ചുവല്ലോ. എല്ലാത്തിനും നന്ദി അറിയിക്കുന്നു. ദേവദാസി ബീഹാറിലായിരിക്കുന്നു. ശലോമി സിസ്റ്ററിന് സ്തോത്രം. ദൈവം ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർപ്പിക്കുന്നു. എന്നെ കേട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ തിരുവചനം, ഈ സാക്ഷ്യം എല്ലാം എല്ലാ പ്രേക്ഷകർക്കും, ഇനി കേൾക്കുന്നവർക്കും കേൾക്കാൻ പോകുന്നവർക്കും എല്ലാം അനുഗ്രഹമായി തീരട്ടെ, വിടുതലായി തീരട്ടെ. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാകട്ടെ. എല്ലാവർക്കും നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒപ്പം തന്നെ എനിക്ക് അവസരം തന്നെ എന്റെ പാസ്റ്ററോടുള്ള നന്ദി കുടുംബമായി അറിയിക്കുന്നു. പാസ്റ്ററിന്റെ ശുശ്രൂഷകളെ എല്ലാം ദൈവം മേൽക്കുമേൽ അനുഗ്രഹിക്കുമാറാകട്ടെ. അമേൻ. സ്തോത്രം. ആമേൻ, ആമേൻ. സ്തോത്രം. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യന്മാരുടെ ഇടയിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. തിരുവെഴുത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നു. ഏത് ജാതിയെന്നോ, ഏത് മതമെന്നോ, ഏത് വിഭാഗമെന്നോ, ഏത് ഭാഷക്കാരനെന്നോ, ഏത് ദേശക്കാരനോ എന്ന് അവിടെ എഴുതിയിട്ടില്ല. അതൊക്കെ മനുഷ്യൻ്റേതായ സംവിധാനങ്ങളാണ്. ദൈവം നോക്കുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടി ദൈവത്തിങ്കിലേക്ക് തിരിയുന്നോ, മടങ്ങി വരുന്നോ, ദൈവത്തെ അന്വേഷിക്കുന്നോ, ദൈവം ആരെന്ന് അറിഞ്ഞ് ആ ദൈവത്തെ ആരാധിക്കുന്നുവോ എന്നുള്ളതാണ്. അതാര് തന്നെയായിരുന്നാലും അങ്ങനെയുള്ളവരെ ആണ് ദൈവം അന്വേഷിക്കുന്നത്. പ്രിയ കർത്താവിൻ്റെ ദാസി വളരെ ബാല്യത്തിൽ തന്നെ ജനിച്ചു വളർത്തപ്പെട്ടതായ ആ ഒരു പശ്ചാത്തലം അറിഞ്ഞതായ ഒരു നിലവാരത്തിൽ പിന്തുടർന്നെങ്കിലും അവിടെ എങ്ങും സന്തോഷം അനുഭവിക്കാതെ അസന്തുഷ്ടയായി, ദൈവം എവിടെ, ദൈവം ഉണ്ടോ, ദൈവത്തെ അന്വേഷിക്കുവാൻ ഉള്ള ആ ഒരു വ്യഗ്രത വളരെ ചെറുപ്പം മുതൽ ഉണ്ടായിരുന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞു. അമ്മയോട് പല പ്രാവശ്യം ചോദിച്ചു, അമ്മേ ദൈവം എവിടെ, ദൈവം എവിടെ? അമ്മ പറഞ്ഞതനുസരിച്ച് പല ഇടങ്ങളും പല സ്ഥലങ്ങളും അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അത് ചിന്തിച്ചപ്പോൾ അവിടെ എങ്ങും അല്ലല്ലോ എന്ന് മനസ്സിലാക്കി. പിന്നെ എവിടെ ദൈവം? അതെ, സ്വർഗത്തേക്ക് നോക്കി, മലമുകളിലേക്ക് നോക്കി, അമ്പലങ്ങൾ സന്ദർശിച്ചു, ദേവാലയങ്ങൾ സന്ദർശിച്ചു, പല പുണ്യസ്ഥലങ്ങളിൽ യാത്ര ചെയ്തു. ചെയ്യാൻ പറ്റുന്ന എല്ലാ കർമ്മക്രിയകളും, ക്ഷേത്രങ്ങളും, ഉസ്താദുമാരുടെ അടുക്കലും സ്വാമിമാരുടെ അടുക്കലും മാറിപ്പോയി. ദൈവത്തെ അന്വേഷിച്ചു പോയി. അവിടെയെങ്ങും ദൈവത്തെ കണ്ടെത്തിയില്ല. ആരും തന്നെ ഈ ദൈവത്തെ കാണിച്ചു തന്നുമില്ല. എന്നാൽ ദൈവം സ്വയം ദൈവം ആരെന്നുള്ളത് വെളിപ്പെടുത്തുവാൻ ദൈവം കൃപ ചെയ്തു. സ്തോത്രം. അതിന് വഴികാട്ടിയായിട്ട് ദൈവം ചില സാഹചര്യങ്ങൾ അവിടെ ഒരുക്കി. പ്രത്യേകിച്ച് ഏറ്റവും ഒടുക്കം പോയ സ്വാമി അതിന് മുഖാന്തരമായി തീർന്നു എന്ന് വേണം പറയാൻ. അദ്ദേഹം പ്രശ്നം വെച്ചു. അദ്ദേഹം പല പരിപാടികളൊക്കെ ചെയ്തു. ശംഖ് കറക്കി നോക്കി, ഒറ്റ സംഖ്യയും ഇരട്ട സംഖ്യയും മാറി ആവർത്തിച്ച് പറയിപ്പിച്ചു. അവസാനം അദ്ദേഹം പറഞ്ഞു, ഇതിലൊന്നും ദൈവത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. നിങ്ങൾക്ക് ഒരു രക്ഷകൻ വരും, നിങ്ങളെ രക്ഷിക്കുവാൻ ഒരു രക്ഷകൻ വരും. നിങ്ങൾക്കറിയാവുന്ന ദൈവങ്ങളൊന്നും തന്നെ നിങ്ങളെ രക്ഷിക്കുകയില്ല. നിങ്ങളെ രക്ഷിക്കുവാൻ ഒരു രക്ഷകൻ നിങ്ങളുടെ അടുക്കൽ വരും. എന്ന് വരും? മൂന്നാമത്തെ ദിവസം. ഞാൻ ആ വാക്കുകളൊക്കെ വളരെ ശ്രദ്ധിച്ചു കേട്ടു. അതെ, മൂന്നാമത്തെ ദിവസം അടുത്ത ഒരു വ്യക്തിയെ ദൈവം അതിനുവേണ്ടി ഒരുക്കുന്നു. ബീന എന്ന് പറയുന്ന മറ്റൊരു സഹോദരി വിളിച്ചു ചോദിക്കുന്നു, അല്ലെങ്കിൽ പുറകെ വിളിക്കുന്നു, അനിത എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ?
എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? അതെ, ആ ചോദ്യം അടുത്ത ഒരു മറുചോദ്യത്തിലേക്ക് പോവുകയായിരുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? ഞങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? അതെ, ഞങ്ങൾ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ സഹോദരിയുടെ ആ വാക്കുകൾ അവിടെ തുടങ്ങുകയായിരുന്നു കർത്താവിനെ അറിയുവാൻ ഉള്ള ഒരു ടേണിംഗ് പോയിന്റ്. സ്തോത്രം. യേശു എന്ന രക്ഷകൻ ഈ ലോകത്തേക്ക് മാനവരാശിയുടെ രക്ഷകനായിട്ട് ദൈവം ഭൂമിയിലേക്ക് അയച്ചു. എന്നാൽ മനുഷ്യർക്കത് മനസ്സിലാക്കാൻ കഴിയാതെ ഇരുട്ടിൽ ഇന്നും തപ്പിത്തടയുമ്പോൾ ഒരു സ്വാമി പറഞ്ഞു കൊടുത്തു, നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ രക്ഷകൻ ഒരു വെളിച്ചമായിട്ട് നിങ്ങളെ തേടി വരുമെന്ന്. ഒരു സ്വാമിക്ക് ആ ഒരു കാര്യം അറിയാം. യഥാർത്ഥ രക്ഷകൻ, യഥാർത്ഥ ദൈവം ആരാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന, അദ്ദേഹത്തിൻ്റെ ഉപജീവനത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങളിലെ ക്രിയകളിലൂടെയും നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയുകയില്ല എന്നും ഒരു രക്ഷകനുണ്ട്, അത് വെളിച്ചമായി നിങ്ങളുടെ അടുക്കിലേക്ക് വരുമെന്നുള്ള വ്യക്തമായ ഒരു ഗൈഡ് ലൈൻസ് അവിടെ നിന്ന് ലഭിക്കുകയും ജീവിതത്തിലേക്ക് ആ ഒരു വെളിച്ചത്തിങ്കിലേക്ക് വരുവാനിടയായി. അധികം നാളൊന്നും ആയില്ല. ഞാനത് ഓർക്കുകയായിരുന്നു. 2017 സത്യം അറിയുന്നു. 2018 യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ദൈവമക്കളായി തീരുന്നു. ഈ സമീപകാലത്തിൽ, ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ നിലവാരത്തിലേക്ക് ദൈവം തമ്പുരാൻ കരം പിടിച്ചുയർത്തി. അതെങ്ങനെ സംഭവിച്ചു? സ്തോത്രം. ശരിക്കും വെളിച്ചത്തിൽ ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയെ പിന്നെ ഇരുള് മൂടുന്നില്ലെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. വെളിച്ചത്തിങ്കിലേക്ക് ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയെ ഇരുള് മൂടുന്നില്ല. കാരണം ആ വ്യക്തി ഇരുളിലേക്ക് പോയെങ്കിൽ മാത്രമേ ഇരുൾ ആ വ്യക്തിയെ മൂടുകയുള്ളൂ. വെളിച്ചത്തിലേക്ക് വന്ന വ്യക്തി വെളിച്ചത്തിൽ നിൽക്കുന്നു എങ്കിൽ ആ വ്യക്തി, വെളിച്ചം ആ വ്യക്തിയെ വഴി നടത്തുകയാണ്. സ്തോത്രം. സത്യത്തിലേക്ക് വഴി നടത്തുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിലേക്കും ദൈവത്തിൻ്റെ ആത്മാവിലേക്കും ആ നിത്യതയുടെ വെളിപ്പാടിലേക്കും വഴി നടത്തുകയാണ്. കർത്താവിൻ്റെ ദാസി കുടുംബമായിട്ട്, ഭർത്താവും 2 കുഞ്ഞുങ്ങളും ഈ സമീപകാലത്ത് തന്നെ ഇത്ര വലിയ രക്ഷ നിങ്ങൾക്ക് സ്വായത്തമാക്കുവാൻ, ഈ വെളിച്ചം നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, കുടുംബത്തിലേക്ക്, ഭവനത്തിലേക്ക്, വ്യക്തികളിലേക്ക്, എല്ലാവരിലേക്കും ആമേൻ ഇറങ്ങി വരുവാനിടയായി തീർന്നു. ആ വെളിച്ചം ഒരു വ്യക്തിയിലാണ് ഉദിച്ചതെങ്കിൽ ആ വെളിച്ചത്തിൻ്റെ വ്യാപ്തി, അതിൻ്റെ സ്വാധീനം കുടുംബത്തിലെല്ലാവരിലേക്കും, മൂത്ത സഹോദരിയുടെ അടുക്കലേക്ക്, മകനിലേക്ക്, വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്ക് ആ പ്രകാശം പടർന്നുകൊണ്ടിരിക്കുക. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു വെളിച്ചം, ഒരു രക്ഷ സ്വായത്തമാക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ദൈവത്തെ അന്വേഷിച്ച് നടന്ന് ആമേനെ കയ്യിലുണ്ടായിരുന്നത് മുഴുവനും ചിലവഴിച്ച് തേങ്ങ ഉടച്ചും തേങ്ങ കത്തിച്ചും പൂജിച്ചും മറ്റ് പലവിധമായ പരിപാടികളും കർമ്മങ്ങളും ക്രിയകളും ചെയ്തെങ്കിൽ അതിലൊന്നും ദൈവത്തെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ആകാശം സൃഷ്ടിച്ച് ഭൂമിക്ക് അടിസ്ഥാനമിട്ട് മനുഷ്യനെ നിർമ്മിച്ച് ദൈവം തൻ്റെ ആത്മാവിനെ മനുഷ്യൻ്റെ ഉള്ളിൽ വച്ചിരിക്കുന്നു എന്നുള്ളതായ ആ വെളിപ്പാട് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തെ കണ്ടെത്തുവാനും ആ ദൈവത്തെ ആരാധിക്കുവാനിടയായി. നമ്മൾ ദൈവത്തിന് ഈ പറഞ്ഞതായ കർമ്മങ്ങളോ ക്രിയകളോ ഒന്നും കൊടുത്ത് ആമേനെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. ദൈവം നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും പൂർത്തീകരിപ്പാനിടയായി തീർന്നു. ദൈവം തൻ്റെ പുത്രനെ നമുക്ക് ദാനമായി നൽകിത്തന്നു. നമ്മളെ രക്ഷിക്കുവാൻ, നമ്മളെ വീണ്ടെടുക്കുവാൻ, നമ്മളെ വഴി നടത്തുവാൻ, നമ്മെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ ചെയ്യേണ്ടുന്ന എല്ലാ പ്രവൃത്തികളും ദൈവം പൂർത്തീകരിപ്പാൻ ഇടയായി തീർന്നല്ലോ. ആ ഒരു അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിലേക്ക് കർത്താവിൻ്റെ ദാസി കുടുംബമായിട്ട് ആ സാക്ഷ്യം വഹിക്കുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്നു എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവ് പിന്നെയും അനുഗ്രഹിക്കട്ടെ. ദൈവം തന്ന സൗഖ്യത്തിനായി സ്തോത്രം. പൂർണ്ണമായി സൗഖ്യവും
ആരോഗ്യം, ദീർഘായുസ്സും, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും ദൈവം തന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന അരോമ ടിവിയുടെ മാന്യ ശ്രോതാക്കളെയും, ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ എന്തു തോന്നുന്നു? സ്തോത്രം. എത്രയോ പ്രാവശ്യം ഒരു പക്ഷെങ്കിൽ ഈ വെളിച്ചം നിങ്ങളെ തേടി വന്നു. ഇന്ന് നിങ്ങൾ ആ വെളിച്ചത്തിൽ നിന്ന് മാറി ഇരുട്ടിൽ നടക്കുന്ന അനുഭവത്തിലായിരിക്കുന്നുവോ? എത്രയോ പ്രാവശ്യം, എത്രയോ വ്യക്തികൾ, എത്രയോ അവസരങ്ങളിലൂടെ നിങ്ങളുടെ അടുക്കിലേക്ക് ഈ വെളിച്ചവുമായി വന്നു. ഇന്ന് നിങ്ങൾ ആ വെളിച്ചത്തിൽ നിന്ന് ഓടിമറയുന്ന വ്യക്തിയാണോ? നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമാധാനം നിങ്ങൾ അവഗണിക്കരുത്, ഈ സന്തോഷം നിങ്ങൾ അവഗണിക്കരുത്, ഈ നിത്യത നിങ്ങൾ അവഗണിക്കരുത്, ഈ ജീവൻ നിങ്ങൾ നഷ്ടമാക്കരുത്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. പ്രിയ കർത്താവിൻ്റെ ദാസി ഓർപ്പിച്ചല്ലോ, അവരും ആത്മഹത്യ ചെയ്യുവാൻ ജീവിതത്തിൽ സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ ശ്രമിച്ചു. എന്നാൽ ദൈവം അതെല്ലാം അവരുടെ ഹൃദയത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു. ഇന്നവർ ജീവിക്കുവാൻ വേണ്ടിയിട്ട് ആമേൻ ഇന്നവരെ സന്തോഷത്തോടെ ഒരു ജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. മാന്യ ശ്രോതാക്കളെ, നിങ്ങളായിരിക്കുന്നിടത്ത് ഒരു സ്വയം പരിശോധനയ്ക്ക് തയ്യാറാകുമോ? ഒരു മടങ്ങി വരവിന് തയ്യാറാകുമോ? ഈ വെളിച്ചത്തിങ്കിലേക്ക് ഒന്നുകൂടി ഇറങ്ങി വരുവാൻ നിങ്ങൾ തയ്യാറാകുമോ? നിശ്ചയമായിട്ടും യേശു ആകുന്ന രക്ഷകൻ നിങ്ങളെ തേടി നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. ഈ സത്യ വെളിച്ചം നിങ്ങളുടെ മുൻപിൽ പ്രകാശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ജീവന്റെ വഴി നിങ്ങളുടെ മുൻപാകെ തുറക്കപ്പെട്ടിരിക്കുന്നു. ഈ നിത്യജീവന്റെ പാത നിങ്ങൾക്കായി ദൈവം കാണിച്ചു തരുന്നു. ഇത് നിങ്ങൾ അവഗണിക്കരുത്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരം അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ഈ ഒരു വഴി, ഈ ഒരു സത്യം, ഈ ഒരു ജീവൻ നിങ്ങൾക്കും ആമേൻ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. പ്രിയ ശ്രോതാക്കളെ, സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, മദ്യം, മയക്കുമരുന്ന്, ലഹരി, ആത്മഹത്യ, ഡിവോഴ്സ് തുടങ്ങിയ ആമേൻ വിഷയങ്ങളുടെ നടുവിൽ തലമുറകളെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുമ്പോൾ ഈ വാത്സല്യ മാതാവിൻ്റെ സാക്ഷി നിങ്ങൾ കേട്ടല്ലോ. ആ സഹോദരിയുടെ ജീവിതത്തിലേക്ക് വന്ന വെളിച്ചം ആമേൻ അവരുടെ ഭർത്താവിൻ്റെക്കും കുഞ്ഞുങ്ങളിലേക്കും കുടുംബത്തിലേക്കും പകരുവാനിടയായി തീർന്നു. വാസ്തവമായി ആമേൻ ഞങ്ങളെ കേൾക്കുന്ന എത്രയോ അമ്മമാർ, എത്രയോ പിതാക്കന്മാർ, എത്രയോ സഹോദരങ്ങൾ ആമേൻ കുടുംബത്തിലെ മറ്റുള്ളവർക്ക് ആമേൻ ഈ വെളിച്ചമൊന്നും ലഭിക്കണമെന്ന് നിങ്ങൾ ഒരുപക്ഷെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ടാവാം. പക്ഷെ എന്തുകൊണ്ട് അവർക്ക് ഈ അനുഭവത്തിലേക്ക് വരാൻ കഴിയുന്നില്ല? സ്തോത്രം. അതെ, നിങ്ങളുടെ അടുക്കൽ നിങ്ങളിലേക്ക് ഇറങ്ങി വന്ന വെളിച്ചം ആമേൻ നിങ്ങളിൽ തന്നെ പൂർണ്ണമായി പ്രകാശിക്കാതിരിക്കുന്നത് കൊണ്ടാണ് അത് മറ്റുള്ളവരിലേക്ക് പുറത്തു പോകാതിരിക്കുന്നത്. സ്തോത്രം. ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, ആമേൻ നിങ്ങളിൽ പകർന്നിരിക്കുന്ന വെളിച്ചം, ദൈവത്തിൻ്റെ വചനം പറയുന്നു, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കുവാൻ പാടില്ല. വിളക്ക് കത്തിച്ച് ആമേൻ പറങ്കീഴല്ല തണ്ടിന്മേൽ അത്രേ വെക്കേണ്ടുന്നത്. കർത്താവ് നിങ്ങൾ തന്നതായ ആ രക്ഷ, ആ വെളിച്ചം ഒന്ന് പ്രകാശിപ്പിക്കൂ. നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും ആമേൻ ആ പ്രകാശം ലഭിക്കുവാൻ ഇടയായി തീരുമാറാകട്ടെ. ആയിരിക്കുന്നിടത്ത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കൂ, കണ്ണുനീരൊഴുക്കൂ, ദൈവസന്നിധിയിൽ ഏറ്റുപറയൂ, അനുദപിക്കൂ, പ്രാർത്ഥിക്കൂ. കർത്താവിത നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ആമേൻ. അതിന് പ്രത്യേകിച്ച് ഒരു പള്ളിയോ വ്യക്തിയോ മറ്റേതെങ്കിലും സാഹചര്യങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല. കർത്താവിന് നിങ്ങളോട് സംസാരിക്കുവാൻ ഒരൊറ്റ അവസരം മതി, ഒരു വാക്ക് മതി. ആമേൻ. അതെങ്ങനെയാണ്? കർത്താവേ, അങ്ങ് എന്നോട് സംസാരിക്കണമേ, ഞാൻ പാപിയാണ്, എൻ്റെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചു പോയി, എന്നിൽ കുറവുകളുണ്ട്. കർത്താവെ, അങ്ങനോട് സംസാരിക്കണമേ. അങ്ങ് എനിക്ക് വേണ്ടി തന്നതായ ആ വെളിച്ചം, ആ രക്ഷ, ഞാൻ എത്രയോ പ്രാവശ്യം അതിനെ അവഗണിച്ച് അങ്ങിൽ നിന്ന് ഞാൻ അകന്നുപോയി. കർത്താവെ, അങ്ങനിലേക്ക് എൻ്റെ കുടുംബത്തിലേക്ക് ഇറങ്ങണമേ എന്ന്, ആമേ, അങ്ങനെക്ക് വേണ്ടി പ്രവർത്തിക്കണമേ, അങ്ങനെക്ക് വേണ്ടി എഴുന്നേൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമോ? നിങ്ങളുടെ കുടുംബത്തിൽ അതെ ആ ദൈവീയ സമാധാനം ഇറങ്ങി വരുവാനിടയായിത്തീരും. പ്രാർത്ഥിക്കാം. ആമേ, നിങ്ങളായിരിക്കുന്നിടത്ത് ഒരു നിമിഷം കണ്ണുനീരൊഴുക്കി ആമേ ശക്തമായി ദൈവസന്നിധിയിൽ, കർത്താവെ, ഞാനിതാ എന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുന്നു. അങ്ങ് എന്നെ തൊടണമേ,
എൻ്റെ ഭർത്താവിനെ തൊടണമേ, എൻ്റെ ഭാര്യയെ തൊടണമേ, എൻ്റെ കുഞ്ഞുങ്ങളെ തൊടണമേ, എൻ്റെ മാതാപിതാക്കന്മാരെ തൊടണമേ, എൻ്റെ സഹോദരങ്ങളെ തൊടണമേ, എൻ്റെ കുടുംബാംഗങ്ങളെ തൊടണമേ, എൻ്റെ ചർച്ചക്കാരെ, നാട്ടുകാരെ, വീട്ടുകാരെ തൊടണമേ എന്ന് പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി ആമേനദാ സിസ്റ്റർ അരോമ ടിവിയുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒരു നിമിഷം ചുരുക്കം വാചകങ്ങൾ നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നിത്യതയിലൂടെ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. ഇത്രത്തോളം ദൈവമേ അവിടുന്ന് ഞങ്ങളെ സൂക്ഷിച്ചു അപ്പാ. അവിടുന്ന് നിർത്തിയ കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. അരോമ ടിവിയിലായിരിക്കുന്ന എല്ലാ പ്രേക്ഷകരെയും കർത്താവെ അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഡാഡി. നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായി ഞങ്ങളുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം കർത്താവെ, അവിടുന്ന് പൂർണ്ണമായി അപ്പാ അവിടുന്ന് രക്ഷിപ്പാൻ തക്കവണ്ണം എല്ലാ കുഞ്ഞുങ്ങളെയും അപ്പാ അനുഗ്രഹിക്കുമാറാക്കുന്ന ദൈവം യേശുവേ. ഞങ്ങളെ കേൾക്കുന്നവരെ ദൈവമേ, ഇനി കേൾക്കാനുള്ളവരെ എല്ലാം ദൈവം അനുഗ്രഹിക്കണമേ അപ്പാ. സ്തോത്രം കർത്താവേ. ജീവനും ഭക്തിക്കും വേണ്ടുന്നതൊക്കെയും തന്റെ മക്കൾക്ക് കൊടുക്കുമ്പോൾ തന്നെ ഉയരത്തിലുള്ളത് ചിന്തിപ്പാൻ, ഉയരത്തിലേക്ക് പോകുവാൻ എന്റെ കർത്താവ് അവിടുന്ന് കൃപ കൊള്ളുകയായി സ്തോത്രം കർത്താവേ. അനേകര് ദൈവമേ ഈ അരോമ ടിവിയിലൂടെ കർത്താവിനെ അറിയട്ടെ കർത്താവേ. എന്റെ ദൈവത്തിന്റെ രക്ഷ യേശുവപ്പാ സ്തോത്രം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു ലോകത്തിന്റെ രക്ഷകൻ യേശുക്രിസ്തുവാണെന്ന ദൈവമേ അപ്പാ. ഈ ടിവിയിലൂടെ എല്ലാവരും കേട്ട് രക്ഷിക്കപ്പെടുവാൻ എന്റെ സ്വർഗ്ഗം സഹായിക്കണം. രക്ഷയിൽ ഏറ്റു നിൽക്കുന്നവർ വീഴാതെ വണ്ണം സൂക്ഷിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൃപ നൽകി അവരെ ദൈവം അടുപ്പിക്കണമേ ഡാഡി. സ്തോത്രം കർത്താവേ. ദൈവമേ, ഇതിന്റെ നടത്തുന്ന പാസ്റ്ററിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഡാനിയൽ പാസ്റ്ററിനെ കർത്താവെ അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദേവി. ഡാഡി അവിടുന്ന് ഉച്ച മുതൽ ഉള്ളംകാലുള്ള സമസ്ത അവയവങ്ങളെ ഏൽപ്പിക്കുന്നു. തന്റെ ശുശ്രൂഷ അപ്പാ നേരോടെ ചെയ്യുവാൻ അപ്പൻ ഇത്രത്തോളം കൃപ നൽകിയല്ലോ കർത്താവെ. അനേകർ ഇതിനകത്ത് വന്ന് സാക്ഷ്യം പറയട്ടെ അപ്പാ. കുടുംബമായി അനുഗ്രഹിക്കണം, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം അപ്പച്ചാ. ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ നടുവിലൊക്കെയും കർത്താവിന്റെ വലിയ കരം ചരിച്ചതിനായി സ്തോത്രം സ്തോത്രം അപ്പാ. ദൈവമേ, ഇനിയും അനേകരും ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ കേൾക്കട്ടെ. അനേക സാക്ഷ്യങ്ങൾ ഇതിനകത്ത് ഉടലെടുക്കട്ടെ കർത്താവെ. ഓരോ സാക്ഷ്യവും ജീവനും ചൈതന്യവും ഉള്ളതായി തീരട്ടപ്പാ. അങ്ങയുടെ പ്രവൃത്തി, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഇന്നും കർത്താവെ ഞങ്ങൾ വെള്ളത്തിന്മേൽ പരിവർത്തനം ചെയ്യുന്നത് ഇന്നും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുവല്ലോ അപ്പാ. സ്തോത്രം. എല്ലാവരും രക്ഷയുടെ വചനങ്ങൾ അറിയട്ടപ്പാ. ഈ ദേശം കർത്താവിന്റെ പിടിയിൽ അവരുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രപ്പാ. ആയിരിക്കുന്നവരെ കേട്ടവരെ എല്ലാം ദൈവം മാനിക്കണം. ഓരോ ദിവസവും ദൈവത്താൽ വഴി നടത്തണം. പരിശുദ്ധാത്മാവ് പോകേണ്ടുന്ന വഴികളെ പരിജ്ഞാനത്തോടെ പകർന്നു നൽകിയതിനാൽ സ്തോത്രം. എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നാഥ, ഒരിക്കൽ കൂടി തന്റെ അഭിഷിക്തനെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും നിന്റെ ദൈവത്തിന് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ കൃപ തോന്നി കേൾക്കുമാറാകണമേ പിതാവേ. ആമേൻ 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 ആമേൻ. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ച കർത്താവിൻ്റെ ദാസിയോടും കുടുംബത്തോടുള്ളതായി നന്ദി സ്നേഹത്തിനടുത്തിൽ അറിയിക്കുന്നു. ദൈവമായി കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യ ആരോഗ്യം ദീർഘായുസ്സ് നിന്ന് കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ ശ്രോതാക്കളുള്ളതായ നന്ദി സ്നേഹത്തിനടുത്തിൽ അറിയിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് വലിയ അനുഗ്രഹമായി തീർന്നു ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരെ ഈ സാക്ഷ്യം സ്വാധീനിക്കുവാൻ, സ്പർശിക്കുവാൻ ഇടയായി തീർക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, അതുപോലെ ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.